അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ആർക്കിടൈപ്പ്, അപ്പോൾ പട്ടിയുടെ ആർക്കിടൈപ്പ് അറിവ് കാര്യങ്ങളല്ല അവിടെ വിഷയം. നമ്മുടെ അറിവുകേടിനെ ഉണ്ടാക്കുന്നത് ഈ ഫ്രീക്വൻസി ഡിഫറൻസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില കോമഡി ആർട്ടിസ്റ്റ് പറയുന്നതെല്ലാം കോമഡി ആയിരിക്കും, അതൊരു ഫ്രീക്വൻസിയാണ്. നമ്മൾ തന്നെ ചിലപ്പോൾ ആ മൂഡിൽ വന്നു കഴിഞ്ഞാൽ പറയുന്ന എല്ലാം അടിപൊളി വിറ്റായിരിക്കും. നമ്മൾ തന്നെ ഇത്രയൊക്കെ വിറ്റ് പറയുമെന്ന് നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ പറയുന്ന എല്ലാം ചളിയായിരിക്കും. ഗുഡ്. ഫ്രീക്വൻസി ചില സമയത്ത് നമുക്ക് പറയുന്ന എല്ലാം ഇതാണ്, അത് ആ ഫ്രീക്വൻസിയാണ്. മൂഡിനെ ചെയ്തിരിക്കുന്ന ആ ഫ്രീക്വൻസിയാണ്. അത് ഈ കെമിക്കലാണ്, ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, അതുണ്ടാക്കുന്ന ആർക്കിടൈപ്പാണ്. നമ്മൾ നല്ല ഒരു ഫങ്ഷൻ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശത്രു അങ്ങോട്ട് കയറി വരുന്നത്. നമ്മുടെ സകല മൂടും പോകും ചിലപ്പോൾ. പിന്നെ നമുക്ക് ആ ഫ്രീക്വൻസിന്ന് മാറാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ കുറേ ഉപദേശിക്കുന്നതൊക്കെ നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതുകൊണ്ട് മാത്രം ആളിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് വരണം. അതിന് ഈ സെൻസറി ലേണിങ്ങിൽ മാറ്റം വരണം. ഇപ്പം നമ്മളിവിടെ വളരെ സന്തോഷമായിട്ട് നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. ഇവിടെ നമ്മളൊരു ഹ്യൂമൻ വേസ്റ്റിൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ, ഒരു മലത്തിൻ്റെ മണം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഫ്രീക്വൻസി മാറി. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ടോട്ടൽ മൂഡ് മാറി. അതുപോലെ തന്നെ നമുക്ക് വളരെ അസ്വസ്ഥം ഉണ്ടാക്കുന്ന ഒരു ആർക്കിടൈപ്പിനെ ആക്റ്റീവ് ആക്കുന്ന ഒരു സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ പൂജയൊക്കെ കഴിക്കുമ്പോൾ ആളുകൾക്ക് നല്ല റിസൾട്ടാണ് പതിവ്. പക്ഷെ ഒരാളുടെ പൂജ മൊത്തം കുളമായിപ്പോയി. അയാൾ ഇവിടെ വന്നപ്പോൾ മുതൽ തീരുന്ന വരെയുള്ള ആ പൂജ കംപ്ലീറ്റ് കുഴപ്പമായി. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ വൈഫിന് മരിച്ചു പോയതാണ്. വളരെ പ്രേമിച്ചൊക്കെ വിവാഹം കഴിച്ച് മരിച്ചു പോയതാണ്. ഈ വൈഫിനെ കൊണ്ടുപോയപ്പോൾ അതേ പൊതിഞ്ഞിരുന്ന ഈ ബന്ദിയുടെ മാല, ഞാനിവിടെ എല്ലാം ഇട്ട് വെച്ചേക്കുന്നത് ഒക്കെ ഈ ബന്ദിയുടെ പൂവായിരുന്നു. ആ മണവും ആ പൂവിൻ്റെ കളറും ഇതെല്ലാം പുള്ളി ഇവിടെ വന്നിരുന്നപ്പോൾ പുള്ളി അസ്വസ്ഥമാണ്. അവസാനം പുള്ളി ഇറങ്ങി പോയി. ഒന്നും തോന്നരുത്, എനിക്ക് സാറിനോട് ബഹുമാനക്കുറവുണ്ടല്ലോ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നമ്മൾ പൂവൊക്കെ മാറ്റിയാം, എന്നാലും വേണ്ട, എനിക്ക് പുള്ളി പോയി. കാരണം ആ ആർക്കിടൈപ്പ് പുള്ളിയുടെ ഉള്ളിൽ കണ്ടിന്യൂസ് നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ബി പോസിറ്റീവെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യമേ അങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. ഇത് മനസ്സിലായത് ലേറ്ററാണ്. പുള്ളിക്ക് അങ്ങ് അസ്വസ്ഥത വരും. പുള്ളിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താ, പുള്ളിക്ക് ഇറങ്ങി ഓടണം തോന്നുന്നു. സാധാരണ നെഗറ്റീവ് എനർജി ഉള്ളവരിങ്ങനെ ഓടാനൊക്കെ വരും. ഞാൻ വിചാരിച്ച അതായിരിക്കുമല്ലോ. അപ്പം അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്ത്. പക്ഷെ അവസാനം ലാസ്റ്റിലായി പുള്ളി കാര്യം പറയുന്നത്. ആദ്യമേ പറഞ്ഞാൽ നമ്മളിത് മാറ്റിയാൽ എപ്പോഴും അത് ഇമ്മീഡിയറ്റ്ലി അത് മാറ്റുക എന്നുള്ള അവിടുത്തെ സൊല്യൂഷൻ. ആദ്യം അറിയാത്തതുകൊണ്ടാണ് അത് പറ്റിയത്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ആർക്കിടൈപ്സ് ആണ് ഈ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്. കാൾ യുങ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നല്ല ആർക്കിടൈപ്സ് ഇല്ലാത്തതാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കുറേ ആർക്കിടൈപ്പ്, ബ്രാൻഡ് ആർക്കിടൈപ്പുകളൊക്കെ പറയുന്നുണ്ട്. ഹീറോ, വില്ലൻ, ഓൾഡ് ലേഡി, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ആർക്കിടൈപ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മുടെ ഉള്ളിലുള്ള ബിംബങ്ങൾ ഇതൊക്കെ. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ കോഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജി എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആചാര്യന്മാർ തന്ത്രത്തിൽ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെരുപ്പൂരിയിട്ടിട്ട് നല്ല സ്പർശം. ചെരുപ്പൂരിയിടണം എന്ന് പറയുന്നത് എന്താ, ടച്ച് അറിയാൻ വേണ്ടി. പുണ്യഭൂമിയിലെ സ്പർശനം, മണിയടി, ശംഖനാദം, നല്ല സൗണ്ടുകൾ. ആ സൗണ്ടിനൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ഓംകാരമാണ് മണിയടി, ശംഖനാദമൊക്കെ. ടാങ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഓംകാരം പ്രപഞ്ചത്തിൻ്റെ സൗണ്ടാണ്. ഒരു മെഷീൻ, ഒരു കട്ടർ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഓ, ഒരു വണ്ടി പോകുമ്പോൾ ഇത് ഓംകാരം. പ്രപഞ്ചത്തിലെല്ലാം ഓമാണ് ബേസ് സൗണ്ട് എന്ന് പറയുന്നതാണ്. എന്തും തുടങ്ങി ഇങ്ങനെ വന്ന് ലയിച്ചു പോകും അല്ലേ. ഒരു ഫാൻ ഓണാക്കുമ്പോൾ, ഒരു മെഷീൻ ഓണാക്കുമ്പോൾ, ഒരു മിക്സി ഓണാക്കുമ്പോൾ, ഒരു പശു അമറുന്നത്, സൗണ്ട് എല്ലാം ബേസിക്കലി ഓംകാരം. അപ്പോൾ ആ സൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ കിട്ടി അപ്പം നമ്മൾ ന്യൂട്രലാവും. അതാണ് പ്രത്യേകത, ഓംകാരത്തിൻ്റെ പ്രത്യേകത. ജപിക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈബ്രേഷൻ, ഈ നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒന്ന് ബാലൻസ്ഡ് ആവാൻ പറ്റുന്നതാണ് ജപം. അപ്പം അങ്ങനെ ഓംകാരം കൊണ്ട് സൗണ്ട് കറക്റ്റ് ചെയ്യുന്നു. നല്ല വിഷ്വൽ, ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വിശേഷണ ഗ്രാഹ്യത ഇതി വിഗ്രഹം എന്ന് പറയും. വിശേഷിച്ച് ഗ്രഹിക്കാനുള്ള വിഗ്രഹം, അല്ലാതെ അത് ദൈവമെന്നല്ല പറയും. ആ വിശേഷിച്ച് ഗ്രഹിക്കുന്നു.
അതിലൂടെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ കാണുമ്പോൾ പഴയ അച്ഛനെ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഫോട്ടോ വെക്കുന്നോട്ട് ഒരു പ്രോസസ്സ്. പോസിറ്റീവായിട്ടുള്ള വിഗ്രഹം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദേവത, അപ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടും. നമ്മുടെ മൈൻഡിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കാണുമ്പോൾ പോസിറ്റിവിറ്റി കിട്ടും. അങ്ങനെ 5 സെൻസിലൂടെ ചന്ദനം ടച്ച്, പുഷ്പമൊക്കെ ടച്ചാണ്, നല്ല സോഫ്റ്റ് ടച്ച്, അതിൻ്റെ മണം, പുഷ്പങ്ങളുടെ മണം, അഗർബത്തി അല്ലെങ്കിൽ ചന്ദനത്തിരി, ചന്ദനം, ഇതെല്ലാം സുഗന്ധത്തിനെ ഉണ്ടാക്കുന്നു, പുഷ്പം അല്ലേ. അപ്പം 5 സെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൂജ കഴിക്കുമ്പോഴൊക്കെ ഈ 5 സെൻസറി സ്റ്റിമുലേഷനാണ് സംഭവിക്കുന്നത്. അത് വലിയൊരു സയൻസാണ്. പട്ടിയുടെ ആർക്കിടൈപ്പ് എങ്ങനെ കയറിയോ നെഗറ്റീവായിട്ട് ഇവിടെ പോസിറ്റീവായിട്ട് കയറ്റുവാണ്. ഈ 5 സെൻസറി ഉപബോധ മനസ്സിൻ്റെ ലേണിങ് സെൻസറി ലേണിംഗ് ആണ്, കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലേണിങ് അല്ലേ. നമ്മൾ സബ് കോൺഷ്യസ് ലൈനിൻ്റെ ലേണിങ് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് 5 സെൻസിൽ നിന്നുള്ള ലേണിങ്, ഏറ്റവും പ്രധാനമാണ്. ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്സിഡന്റ് കണ്ടാൽ 10 വർഷം കഴിഞ്ഞ് ആ ദിവസം അത് പൊങ്ങി വരും. നമ്മൾ ആദ്യം ഓർക്കത്തില്ല, ഇന്ന് മൂടില്ല, പിന്നെ ആലോചിക്കുന്ന ഈ ദിവസമല്ലേ അന്ന് ആക്സിഡന്റ് ഉണ്ടായത്. അത് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ആർക്കിടൈപ്പായിട്ട് കയറി 5 സെൻസിൽ കൂടെ, ആ ബ്ലഡും ആൾക്കാരുടെ ഇതൊക്കെ. അപ്പൊ സെൻസറി ലേണിങ്, ഇമോഷൻ കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ലേൺ ചെയ്യും ഫാസ്റ്റായിട്ട്. അതുകൊണ്ട് കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പഠിക്കുന്നു പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വരുന്ന ചെയ്യുന്നൊരു പരിപാടിയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗൂഗിളിൽ നിന്നൊരു ഇക്വേഷൻ എടുക്കാൻ പറയും. ഇപ്പോൾ പഠിപ്പിച്ചു തരാം, 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തരാം. അതെങ്ങനെ 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തരാം, കാണാൻ പഠിപ്പിച്ചു തരാം. അതെങ്ങനെ? ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ആ XY എന്നൊക്കെ ആണെങ്കിൽ, എനിക്കും പണ്ടേ ബുദ്ധിമുട്ടില്ല, നമ്മൾ അവരെ മോനെ ഈ X കണ്ടിട്ട് എന്തെങ്കിലും പിക്ചറായിട്ട് തോന്നുന്നുണ്ടോ? അപ്പം ഒരു ചിത്രശലഭത്തിൻ്റെ അവിടെ 2 സൈഡ് യോജിപ്പിച്ച ഒരു ചിത്രശലഭമായി. എന്നിട്ട് ആ ചിത്രശലഭത്തിൻ്റെ ബേസ് ചെയ്തൊരു കഥ ഉണ്ടാക്കും. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ചിത്രശലഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രശലഭം കമ്മിൽ കല്യാണം കഴിച്ചിട്ട് 4 ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇമോഷണലി നീ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്യരുത്, മഹാവൃത്തികെട്ട കാര്യങ്ങളാണ് എഴുതേണ്ടത്, അപ്പോഴേ ഓർത്തിരിക്കത്തുള്ളൂ. തെറിയൊക്കെ എഴുതാം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇമോഷൻസ് ഉണ്ടാവുന്ന രീതിയിൽ ഈ 5 സെൻസറിയിൽ നിന്ന് കിട്ടിയ ഓർമ്മകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കിയാൽ 1 മിനിറ്റ് കൊണ്ട് കൊച്ചിത് പഠിച്ചത് ഭയങ്കര രസമാണ്. പിന്നെ ഒരു രക്ഷപ്പെട്ട കൊച്ച് റിപ്പീറ്റേഷൻ ആണ് അല്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ. തെലുങ്ക് ബാഹുബലി സിനിമയിലെ പാട്ട് മുഴുവൻ എൻ്റെ മോള് കാണാതെ പറയുമായിരുന്നു ആ സമയത്ത്. പക്ഷെ കുമാരനാശൻ്റെ 4 വരി കവിത പഠിക്കാനാണെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് പുസ്തകത്തിൽ കൊടുത്താൽ എത്ര ദിവസം എടുത്താലും പഠിക്കാം. റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യണം, ഒരുപാട് റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇമോഷണലി ഉള്ളതൊന്നുമില്ല, പഠിക്കാനുള്ളതെന്നുള്ള തോന്നലാണ്. 2 ഇമോഷൻ ഉണ്ട്, പക്ഷെ ആ രീതിയിൽ എടുക്കത്തില്ല. പഠിക്കാനാണ് പറയുമ്പോൾ ഒരു ബാധ്യതയായിട്ടല്ല കാണുന്നത്. 2 ഇമോഷൻ സെൻസസ് അതിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നില്ലല്ലോ, കാഴ്ച മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രിന്റ് ചെയ്ത പുസ്തകത്തിൽ. മറ്റേത് അങ്ങനെയല്ല, ഇമോഷൻ ഉണ്ട്, 5 സെൻസ് വർക്ക് ചെയ്യുന്നു, സൗണ്ട്, മ്യൂസിക് ഇതെല്ലാം വന്നു. റിപ്പീറ്റേഷൻ ചെറിയ 2-3 റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേക്ക് അത് പഠിച്ചു കഴിയും നമ്മൾ ആ പാട്ട്. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഒരു ആർക്കിടൈപ്പ് ലേൺ ചെയ്യുന്നത്, ലേണിംഗ് ഇല്ല ആർക്കിടൈപ്പ് ലേണിംഗ് ആണ് അത് സംഭവിക്കുന്നത്. ഈ ഇമോഷൻ എന്ന് പറയുന്ന ബ്രെയിൻ കെമിക്കൽസിനെ കൂടെ മാറ്റുന്ന സംഭവം കൂടെ വരണം, സെൻസറി ലേണിംഗ് വരണം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള എല്ലാം നെഗറ്റീവ് ആർക്കിടൈപ്സാണ്. ഇതാണ് നമ്മുടെ ചിന്തകളെയും പേഴ്സണാലിറ്റിയും ഉപബോധ മനസ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ആർക്കിടൈപ്സാണ്. അത്ര മനസ്സിലായല്ലോ നമുക്ക്. അപ്പം നമ്മുടെ ഈ ആർക്കിടൈപ്പ് മാറ്റം ഉണ്ടാകാതെ പുറത്ത് കിടന്ന് എത്ര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടോ കാര്യമുണ്ട്. ഇപ്പം ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ചിലപ്പോൾ ഇവിടെ വരാറുണ്ട്. ഒരു സമാധാനത്തിന് ബി പോസിറ്റീവ് പറഞ്ഞു അവർ നെഗറ്റീവായി, ബി പോസിറ്റീവ് പറഞ്ഞു അവർ നെഗറ്റീവായി. അപ്പം കളിയാക്കുന്നല്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞു. അതായത് ആർക്കിടൈപ്സിൽ മാറ്റം വരാതെ എത്ര ആയാലും നമുക്ക് മാറ്റം വരില്ല. അപ്പോൾ ആർക്കിടൈപ്സ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, നെഗറ്റീവ് കെമിക്കൽസ് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ആർക്കിടൈപ്പ് ഉണ്ട്, നെഗറ്റീവ് ഓർമ്മകളല്ലേ വരുള്ളൂ. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് വളരെ പോസിറ്റീവ് ആർക്കിടൈപ്പ് 5 സെൻസിൽ കൂടെ. അപ്പോൾ ഒരാൾ പറയാണ്, എൻ്റെ മോള് വന്നിട്ട് പറയാം, അച്ഛാ അമ്മ വേറെ ആടുകൂടെ ഇറങ്ങിപ്പോയി. അന്നേരം മുതൽ 5 സെൻസിൽ നിന്ന് കിട്ടുന്ന ആ ആർക്കിടൈപ്പ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ ചേഞ്ച് പോസിറ്റീവാണോ നെഗറ്റീവാണോ?
തീർച്ചയായിട്ടും നെഗറ്റീവ്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഫോൺ വരുന്നു, അപ്പോൾ വൈഫാണ് വിളിക്കുന്നത്, അവൾ 2 പറയാം, അവൾ വിളിച്ചല്ലോ, എന്നോട് എന്തിനാ ഈ പണി കാണിച്ചെന്ന് എനിക്ക് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയാണ്, അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു, ബൈപ്പാസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റിയില്ല, വിളിക്കാൻ പറ്റിയില്ല, അടുത്തുള്ള ചേട്ടൻ്റെ കൂടെ വന്നാണ് ഞങ്ങൾ അങ്ങോട്ട് ഒന്നിച്ച് വരിക എന്ന് പറഞ്ഞാൽ പിന്നെയും ആ ഫിഗർ, ആ ആർക്കിടൈപ്പ് എനിക്ക് തരണം എന്തായിരിക്കും? പോസിറ്റീവ് കെമിക്കൽ. അപ്പോൾ ശരിക്കും എൻ്റെ ഭാര്യ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക അല്ലേ? ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടൈപ്സിനെ ചുറ്റും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. പുറത്ത് റിയാലിറ്റി ആയിട്ടൊന്നൊരു ബന്ധവും കാണത്തില്ല. അപ്പം നമ്മുടെ ഉള്ളിലെ ആർക്കിടൈപ്പുകൾ നിറഞ്ഞ ഒരു സങ്കല്പത്തിനെയാണ് മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പതഞ്ജലി യോഗശ്ചിത്തവൃത്തി നിരോധന എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് മാത്രമേ ഉള്ളൂ. പൂച്ച വിചാരിക്കുന്നുണ്ടോ ഞാനൊരു പൂച്ചയാണ്, ഞാൻ പൂച്ച കഴിക്കുന്നു, പൂച്ച സംസാരിക്കുന്നു, പൂച്ച ഉണ്ടോ? നമുക്കിതുണ്ട്. ശ്രീധരൻ നമ്പൂരി സംസാരിക്കുന്നു, ശ്രീധരൻ നമ്പൂരി പറയുന്നു, ശ്രീധരൻ നമ്പൂരി ഒരു വലിയ സംഭവമാണ്, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ പ്രപഞ്ചത്തിനിടയിലെ ഒരു ശല്യമാണിത്. ഞാൻ ഭക്ഷണം കഴിച്ചാൽ പോരെ, ശ്രീധരൻ നമ്പൂരി കഴിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഡിസിഷൻ എടുക്കുന്നിടത്തൊക്കെ ഇത് വരും. ഞാൻ ഇങ്ങനെ ചെയ്ത ആളുകൾ എന്ത് വിചാരിക്കും? ഞാനിവിടെ കരിങ്കല്ല് പാകിയില്ലെങ്കിൽ കഴിവട്ടവനാവൂലേ? നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എൻ്റെ പോക്കറ്റല്ല ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നാട്ടുകാരെ നോക്കുന്നത്. ഞാനില്ലെങ്കിൽ നാട്ടുകാരും ഇല്ല. അപ്പം എക്സ്ട്രാ ഉണ്ടായി വരുന്ന ഈ ശല്യമാണ് നമ്മളെയൊക്കെ നശിപ്പിക്കുന്നത്, മനസ്സ്. ഈ മനസ്സിലൂടെയാണ് വേണ്ടാത്ത അറ്റാച്ച്മെന്റുകൾ, ഡിറ്റാച്ച്മെന്റ് ഇതൊക്കെ ഉണ്ടാകുന്നത്. വേണ്ടാത്ത രീതിയിൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നത് അവിടെയാണ്. നമ്മുടെ ടൈമും എഫർട്ടും ഒക്കെ ഇമോഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഗൾഫിലിരുന്ന് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ അയച്ചു കൊടുക്കും. ഒരു സുപ്രഭാതത്തിൽ വല്ലവരുടെയും കൂടെ പോകും, കാശും പോയില്ല. എവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? ഇമോഷനിലെ. വസ്തുവിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ 4 ഇരട്ടിയാണ് ഇപ്പോൾ 10 കൊല്ലം കൊണ്ട്. മനുഷ്യൻ എപ്പോഴും ഇമോഷനിൽ അവൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിനക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം എല്ലാം തുലച്ചില്ലേ ഞാൻ. അപ്പോൾ അവർ തിരിഞ്ഞു നിൽക്കുക, അവരുടെ സാഹചര്യം അനുസരിച്ചല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റും. അവരുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ സങ്കടമായി. കാര്യം എന്താ? മക്കൾക്ക് വേണ്ടിയിട്ട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഈ മനസ്സുള്ളതുകൊണ്ട്. ഈ മനസ്സില്ലെങ്കിൽ ഒരു പ്രശ്നവും നമുക്കില്ല. മനസ്സാണ് ഭയങ്ങളെ ഉണ്ടാക്കുന്നത്, മനസ്സാണ് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രസന്റിൽ നിൽക്കുന്നവന് മനസ്സില്ല. മൃഗങ്ങളെ പോലെ ആവാൻ പറ്റുക. അതിനാണ് ആദ്യം ഈ ഇന്ദ്രിയങ്ങളുടെ തന്ത്രം പ്രസന്റിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത്. മാത്രമല്ല ആർക്കിടൈപ്പുകളുണ്ട്. കാണാൻ പറ്റാത്ത ആർക്കിടൈപ്പുകളാണ് ഏറ്റവും കൂടുതൽ. കാണാൻ പറ്റുന്നതിലും ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കാണിച്ചിട്ടില്ലേ? ബോഡിയിൽ വന്നിട്ട് വേറെ പേഴ്സണാലിറ്റി വന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് ഈ ബോഡി എടുത്തിട്ട് സംസാരിക്കുന്നു വേറെ ആളായിട്ട്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റാത്ത ആർക്കിടൈപ്പുകളാണ്. ഈ കാണാൻ പറ്റാത്ത ആർക്കിടൈപ്പ് എന്ന് പറയല്ലേ മാഷെ? ഇപ്പോൾ നമ്മൾ തന്നെ കുറെ കേസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് വേറെ ഏതോ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇവര് ചിലപ്പോ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ വ്യക്തിയുടെ ലൈഫിൽ നടന്ന് മരിച്ചപ്പോൾ ഉണ്ടായ ഇൻസിഡൻസ് എല്ലാം തന്നെ ഇവര് പറയുന്നുണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വാസ്തവമാണ്. ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ മാറും. ആ വ്യക്തിയുടെ സൗണ്ട് ഉൾപ്പെടെ ആ രീതി വരും. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, പല പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ഒരെണ്ണം തന്നെ ആയിക്കോളുന്നില്ല ഒരു ബോഡിയിൽ. ആ പല ആർക്കിടൈപ്സ് ഉണ്ട്. ഈ ആർക്കിടൈപ്സുകൾ ബ്രെയിൻ കെമിക്കൽസിനെ മൊത്തം ഇങ്ങ് ഹൈജാക്ക് ചെയ്തെടുത്തിട്ട്, ഹിപ്നോട്ടൈസ് ചെയ്ത് ഹൈജാക്ക് ചെയ്തിട്ട് ഫുള്ള് പ്രവർത്തിക്കുകയാണ്. ഉള്ളിലോട്ട് മെഡിറ്റേറ്റ് ചെയ്ത ആളിന് ഇത് വേറെ ആണെന്ന് സംസാരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതില് പാരാസൈക്കോളജിയിൽ ഫ്രീക്വൻസി സ്ലിപ്പ് എന്നാണല്ലോ ഇതിന് പറയാ. ഫ്രീക്വൻസി സ്ലിപ്പ് എന്നാണല്ലോ പറയാ. അപ്പൊ ശരിക്കും ഇത് തന്ത്രത്തിൽ ഇതിൽ എന്തെന്നാണ് പറയാ? എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യും? തന്ത്രം വളരെ ആഴത്തിൽ പോകുന്നു. തന്ത്രം എന്ന് പറഞ്ഞാൽ കുറേ ശാസ്ത്രീയമായിട്ടാണ് പോകുന്നത്. ഈ ട്രൂത്തിൻ്റെ അങ്ങേ അറ്റത്ത് എക്സ്ട്രീം നിന്നിട്ടുള്ള പണിയാണ്. അപ്പം ശരിക്കും തന്ത്രം വളരെ കൃത്യമായി ഇതിനെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട് മൈൻഡിനെ. അങ്ങനെ വേറെ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. തന്ത്രം ഡിഫൈൻ ചെയ്യുന്ന കൂട്ട്, അല്ലെങ്കിൽ ഭാരതത്തിൽ യോഗശാസ്ത്രം ഡിഫൈൻ ചെയ്യുന്ന കൂട്ട് മൈൻഡിനെ ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ട്രൂത്ത് ആയതുകൊണ്ടാണ് ഒരുപാട് ഇതിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. നമ്മളെന്താ ചെയ്യുന്നത്? നോർമലി നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രോയിഡൊക്കെ അല്ലേ?
എന്തോ ഈ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്തോ, അത് ബാക്കിയെല്ലാം കോൺഷ്യസ് അല്ലാത്തതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ്. അതെന്തൊക്കെയാണ്? എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിൽ നിന്ന് വരുന്നതാണ് ഈ പ്രശ്നം. അത് ശരി. മറ്റേതോ അതും സബ് കോൺഷ്യസ് മൈൻഡിൽ വല്ല, മറ്റേതോ അതും സബ് കോൺഷ്യസ്. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാട്ടെ. അതറിയാൻ വയ്യ. എന്നാൽ അവിടെ ഭാരതത്തിൽ ശാസ്ത്രങ്ങൾക്ക് ഉത്തരവുണ്ട്. കോൺഷ്യസ് മൈൻഡ്, അതിന് മുമ്പ് ഫിസിക്കൽ, നമ്മളെ 5 ശരീരമായിട്ട് ഡിവൈഡ് ചെയ്യുക ഭാരതത്തിൽ. ഫിസിക്കൽ വേൾഡ്, ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, അന്നമയം, ഫിസിക്കൽ വേൾഡ്, മനോമയം, മെൻ്റൽ ബോഡി. ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നൊരു എനർജി ഉണ്ടല്ലോ. ഇമോഷനൊക്കെ എനർജിയാണ് പറയും. പ്രപഞ്ചത്തെ എല്ലാം എനർജിയാണ്, മാറ്ററാന്നൊക്കെ പറയും. മാറ്റർ എനർജിയാണ് ഇപ്പോൾ പറയും. അപ്പോൾ ഈ എനർജി വേൾഡുണ്ട്, മൈൻഡിനൊരു എനർജി വേൾഡുണ്ട്. ഈ എനർജി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിവുണ്ടാകുന്ന ഒരു തലമുണ്ട്, വിജ്ഞാനമയ കോശം. പ്രാണമയം എന്നാണ് എനർജി വേൾഡിനെ പറയുന്നത്. വിജ്ഞാനമയം എന്ന് പറയുന്ന അറിവുണ്ടാക്കുന്ന അത് നമ്മുടെ പെർസെപ്ഷനിൽ ചേഞ്ച് വരുന്നതനുസരിച്ച് ഇതൊക്കെ മനസ്സിലാവാൻ തുടങ്ങും. ഈ വിജ്ഞാനമയ കോശം ഉണരുമ്പോൾ എന്താ ഗുണം? ഈ പ്രാണനെ അല്ലെങ്കിൽ ബേസിക് ഫോം ഓഫ് എനർജിയെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തിരിക്കാൻ പറ്റും. ഈ പ്രാണൻ വർക്ക് ചെയ്യുന്നത് ആർക്കിടൈപ്പുകളിലൂടെയാണ്, അല്ലേ? നമ്മൾ സ്റ്റണ്ട് കളിക്കുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു എനർജി വരും. ഈ പ്രാണന്റെ തന്നെ ഈ ഉപയോഗം കൊണ്ടാണ് പലരും മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുക ബിസിനസ്സിൽ, അല്ലേ? അപ്പൊ ഇത് അറിയാത്ത ആൾക്കാരിലും ഇപ്പോൾ തികച്ചും എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അവരിലും ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി നടക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഇത് അവിടെ അറിയാതെ നടക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഇത് നടക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പം ഇത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചിലർ ഇത് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന തന്ത്രത്തിൽ നിന്നുള്ളത്. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പം റോബർട്ട് കിയോസാക്കിയപ്പോഴുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്കൂൾ പോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോൾ വാറൻ ബഫറ്റായിട്ട് ഞാൻ വിചാരിക്കും എന്നെ തന്നെ. അപ്പോൾ എനിക്ക് ആ ഫ്രീക്വൻസി കിട്ടും. ഇത് നമ്മൾ മോഡേൺ സൈക്കോളജി, ഇപ്പൊ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്, അതിലൊക്കെ പറയുന്നുണ്ട് മോഡലിംഗ്. ഒരു വ്യക്തിയെ അയാളുടെ വാല്യൂസിനെയും ഫ്രീക്വൻസിനെയും മോഡൽ ചെയ്യുക. അപ്പം ആ ഫ്രീക്വൻസി പിടിക്കുകയാണ്. ഇൻ ക്രിംസം സിൽക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് എന്തോ പഠിച്ചിട്ടുണ്ട്. സോമർസെറ്റ് മോമോ ആരുടെയോ ഒരു ഇതാണ്, ഏതാണെന്ന് ഓർക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട്, ഞാൻ ജുബ്ബ ഇടുമ്പോൾ എനിക്കൊരു ഒരു തത്വചിന്തകൻ്റെ ഒരു പരിവേഷം എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടേ കുറേ ഡ്രസ്സ് ഇടുമ്പോൾ, സ്യൂട്ട് ഇടുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടേ രസമാണ്. അപ്പം കുറേ ഡ്രസ്സുണ്ട്. ഇത് പറഞ്ഞു ഇങ്ങനൊരു സാധനമുണ്ട്. 5 സെൻസിൽ കൂടെ നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഈ പണ്ടത്തെ പാലസുകളൊക്കെ ഇല്ലേ, അവിടെ പുള്ളിക്കാണ് പുള്ളി ചക്രവർത്തി. കറക്റ്റാണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് നമുക്ക് ആ സെൻസറി എക്സ്പീരിയൻസിനകത്ത് നമ്മുടെ കെമിക്കൽസിനെ ചേഞ്ച് ചെയ്ത് ഫ്രീക്വൻസി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതിനകത്ത് ഈ ഭക്തി എന്നുള്ള കെമിക്കൽ കൊണ്ടുവരുമ്പോഴാണ് ക്ഷേത്രത്തിൽ ഈ ദേവത എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഇപ്പം എനിക്ക് ആരുമില്ലെന്നുള്ള എല്ലാവരുടെയും വിഷമം. പക്ഷെ സങ്കല്പത്തിലായാലും ഇങ്ങനൊരു സംഭവം നമ്മൾ ഇമോഷണലി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ യഥാർത്ഥത്തിൽ ഈ സങ്കല്പലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പവർഫുള്ളായിട്ടുള്ള എനർജി കിട്ടുമ്പോൾ നമ്മുടെ പ്രശ്നം കഴിയോടെ. സത്യത്തിൽ ഒരാൾ വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? ഈ മനസ്സെന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ഒരു സാധനത്തിനകത്തുള്ള കഥാപാത്രങ്ങളിൽ പലരും എന്നോട് മോശമായിട്ട് പെരുമാറുന്നു. സത്യത്തിൽ അതൊരു സങ്കല്പമാണ്. എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ? എക്സാമ്പിളായിട്ട് ഇതുപോലെ നമ്മുടെ കരച്ചിലും ചിരിയും വിഷമവും ഡിപ്രഷനും ആത്മഹത്യ ഇതിൻ്റെയൊക്കെ കാരണം ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തിലുള്ള ബിംബങ്ങളുടെ ചേഞ്ചസ് ആണ്, അല്ലേ? ആ പെർസെപ്ഷൻ ചേഞ്ചാണ്. എങ്കിൽ പിന്നെ സങ്കല്പത്തിൽ കുറച്ച് നല്ലൊരു സംഭവം ഉണ്ടാക്കി അതിനെ നമ്മൾ അതിലൂടെ എനർജി വിട്ട് അതിനെ ആക്റ്റീവ് ആക്കി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കൂടെ? അത് മാത്രം, അതൊക്കെ സങ്കല്പം, ഇതൊക്കെ സത്യം. ഇതാണ് മനുഷ്യൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ ഈ സങ്കല്പ ലോകത്തിലേക്ക് വന്ന് അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ ജീവിക്കുന്ന സമയം ഇപ്പോൾ. കാരണം നമ്മൾ
ശരിക്കും നമ്മുടെ ഒരു ലാപ്ടോപ്പിൽ ഒരു നല്ല മനോഹരമായ ഒരു കിളിയുടെ പിക്ചറുണ്ട്, തത്തയുടെയോ അല്ലെങ്കിൽ ഫോറിൻ ആഫ്രിക്കൻ ബേർഡിൻ്റെ ഒരു പിക്ചറുണ്ട്, മഞ്ഞയും നല്ല രസമാണ് കാണാൻ. ഇപ്പുറത്തൊരു കുരുവ് വന്നിരിക്കുകയാണ്. നമ്മൾ ഏതാ നോക്കത്തുള്ളൂ? ഈ ആഫ്രിക്കൻ ബേർഡിൻ്റെ പിക്ചറാണ് നോക്കുന്നത്. അതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ലാപ്ടോപ്പിനകത്തൊരു കുരുവി ഉണ്ടോ? അതിൻ്റെ വിന്യാസങ്ങൾ കൊണ്ട് LED ലൈറ്റിൻ്റെ ഇതുകൊണ്ട് നമുക്ക് കുരുവി ഉള്ളതായിട്ട് മൈൻഡ് വിഷ്വലൈസ് ചെയ്യല്ലേ. ഇവിടെ റിയലായിട്ടൊരു കുരുവി ഇരിക്കുകയല്ലേ. റിയലായിട്ടുള്ള സെൻസറി എക്സ്പീരിയൻസ് എന്ന എനർജി കയറുന്നേ. ഇത് എനർജി കൺസപ്ഷൻ അവിടെ നടക്കുന്നേ. നമ്മൾ മ്യൂസിക് പഴയ ഡെസ്ക്ടോപ്പിൽ മ്യൂസിക് ഇട്ടിരിക്കുകയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ UPS കീ അടിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ വിഷ്വൽ കാണിക്കാൻ വേണ്ടി നല്ല കറണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ മോണിറ്റർ ഓഫ് ചെയ്താൽ കുറേ നേരം കൂടെ പാട്ട് കേൾക്കരുത് അല്ലേ? ഇപ്പോൾ വിഷ്വൽ കാണണമെങ്കിൽ വലിയ എനർജി വേണ്ടേ? സിനിമാ തിയേറ്ററിൽ എത്ര പവറുള്ള ലൈറ്റ് അടിച്ചിട്ട് ഇത്രയും വലിയ വിഷ്വൽ കാണുന്നത്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ബ്രെയിനകത്ത് ഈ വിഷ്വൽ കാണിക്കാൻ വേണ്ടി നല്ല എനർജി പോകുന്നില്ലേ, പാഴായി പോകുന്നില്ലേ? അതാണ് ചിന്തിക്കുന്ന ആളുകൾക്ക്. ഇമേജസ് ആണ് ചിന്ത എന്ന് പറഞ്ഞത്. ഇപ്പോൾ ലാംഗ്വേജ് പോലും പ്രോസസ് ചെയ്യുന്ന ഇമേജസ് ആയിട്ടാണ് ബ്രെയിൻ്റെ ലാംഗ്വേജ്. അപ്പോൾ ഈ ബ്രെയിൻ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ മുടി നരയ്ക്കും, മെലിയും. കാര്യം എന്ത്? എനർജി മൊത്തം ചിന്ത കൊണ്ടുപോവുക. 24 hours ചിന്തയാണ്. എന്നാൽ ചോദിക്കുക എന്തോ ഈ ചിന്തിക്കുന്നത്? ഭാവിയാണ്, ഭാവി കാര്യങ്ങളൊക്കെ. എന്നാ ഭാവി ഒന്ന് ചിന്തിച്ചോ, ഒന്ന് ചിന്തിച്ചേ. ഭാവി അത് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. എന്നാൽ ചിന്തിച്ചോ. ഇപ്പോൾ എവിടെ ഉണ്ട് ചിന്തിച്ചോ? ഭാവിയിൽ ഇങ്ങനെ പോയി കുട്ടികളൊക്കെ ഇന്ന പോലൊക്കെ ആയി, കല്യാണം കഴിഞ്ഞു, ഇങ്ങനെ മരിച്ചു. പിന്നെന്തോ അത് വരുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അറിയത്തില്ലല്ലോ. കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് ചിന്തിക്കാണ്ടെന്ന് പറഞ്ഞല്ല, 24 hours ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുവാ? എനർജി മുഴുവൻ പാഴായി പോവുക. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. അതെങ്ങനെ? ചിന്തകളെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? 24 hours ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജസിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ഫ്രീക്വൻസി ഷിഫ്റ്റിലൂടെ പറ്റത്തുള്ളൂ. ഈ ഫ്രീക്വൻസി ഇവൻ നിൽക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. മരുന്നെടുത്താലും കുറച്ച് നേരത്തേക്കൊന്ന് ബാലൻസ് ഷിഫ്റ്റ് ചെയ്യും ഫ്രീക്വൻസി. മരുന്നിൻ്റെ എഫക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഡൗൺ ആവും. കാരണം അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പരിഹാരമാണ്. ഇൻറ്റേർണലി ആണ് ഇത് മാറിക്കുന്നത്. ഫ്രീക്വൻസി ഡൗൺ ആക്കി നിർത്തുന്ന ആർക്കിടൈപ്സ് ഉണ്ട്. നെഗറ്റീവ് കെമിക്കൽസ് കണ്ടൻസ് ഷൂട്ട് ചെയ്യുന്ന ലെവലിൽ നിൽക്കുന്ന ആർക്കിടൈപ്സ് ഉണ്ട്. അതിനെ എടുത്ത് കളയണം. അതാണ് കാണാപ്പെടാത്ത ആർക്കിടൈപ്സ് എന്ന് ഞാൻ പറഞ്ഞത്. ബോഡിയിൽ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഇതെല്ലാവർക്കും ഉണ്ട്. ഇതില്ലാത്ത ആരുമില്ല. ചിലർ നമ്മൾ എടുക്കുമ്പോൾ വെളി വരുന്നു എന്നുള്ളേ ഉള്ളൂ. എല്ലാവരുടെയും വെളി വന്നൊന്നും ഇല്ലതാണ്. പക്ഷെ ഇതാണ് ഈ വേൾഡ് നിയന്ത്രിക്കുന്നത്. നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. അപ്പം നല്ല ആർക്കിടെക്റ്റുകളെ സ്വാംശീകരിക്കണമെങ്കിൽ നല്ല സെൻസറി എക്സ്പീരിയൻസ് വേണം. അതിനാണ് അമ്പലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. തന്ത്രത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് 5 സെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ചിത്രങ്ങൾ, കളങ്ങളും അതൊക്കെ 5 സെൻസിനെ ഉപയോഗിക്കുന്നത്. ഈ കളവൊക്കെ കാണുമ്പോൾ ചിലർ അലറി വിളിക്കും. എന്തോ കാര്യം നടത്തില്ല, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത്രേ നമുക്കറിയാവൂ. മനസ്സിലായോ? അവരുടെ ലാംഗ്വേജാണ്. അത് സൂക്ഷ്മശക്തിയുള്ള ലാംഗ്വേജാണ് ഈ കളവും ഈ സെൻസറി ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹയർ ആർക്കിടൈപ്പ് ഉള്ളപ്പോൾ ലോവർ ആർക്കിടൈപ്പ് പേടിച്ച് മാറിപ്പോകുന്നതൊക്കെ കാണാം. ചില സാധനമൊക്കെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പേടിച്ച് അലറി വിളിച്ച് ഇറങ്ങി പോകുന്നു. അത് നമ്മൾ ഉപാസിക്കുന്ന ആ ദേവത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ദേവത എന്ന് പറയുന്ന ഒരു ഹയർ ആർക്കിടൈപ്പാണ്. അതിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് എന്തോ ഭയങ്കര അസ്വസ്ഥതയും ഭയമൊക്കെ ഉണ്ടാകുന്നു. എന്തോ വലിയ അപകടം വരുമെന്ന് അതിന് മനസ്സിലാവുന്നു. അത് മാറിപ്പോകുന്നു. ഈ ഹയർ ആർക്കിടൈപ്പ് ഇല്ലാതെ ഇത് പോത്തുമില്ല. ചോറ്റാനിക്കരയൊക്കെ തലകീഴായിട്ട് മേളിൽ മരത്തിൻ്റെ മേളിൽ കയറി ആണിയടിച്ച് പൊഴിഞ്ഞു പോകുന്നില്ലേ? സ്കിസോഫ്രീനിയൊക്കെ മാറാതെ വർഷങ്ങളായിട്ടിരുന്നൊക്കെ അവിടെ പോയി മാറുന്നുണ്ട്. എന്താ കാര്യം? ഇതാണ് ഈ സാധനങ്ങൾ. ഇത് എല്ലാ രാജ്യത്തും ഉണ്ട്. പല പേരിൽ അറിയപ്പെടുന്നുള്ളൂ. വൂഡു എന്നൊക്കെ പറയുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ ആഫ്രിക്കയിലൊക്കെ. അപ്പം ശരിക്കും ഈ ആർക്കിടൈപ്പിന് ട്രാൻസ്ഫറബിളാണ്. ഈ ആർക്കിടൈപ്പിന് സെൻഡ് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് കാണിച്ചത് നേരത്തെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ഈ വൈബ്രേഷൻ ഫീൽഡുകളെ നമ്മൾ കിട്ടുന്ന അനുസരിച്ചാണ് നമ്മളുടെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള ഡെസ്റ്റിനി ഡിസൈൻ ചെയ്യപ്പെടുന്നത്. മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കുന്നത്, ബിഹേവിയർ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഈ ആർക്കിടെക്ട്സ് തന്നെ ഒരാളുടെ ഉള്ളിൽ നിന്നിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അയാളെ കൊണ്ട് ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ മറ്റേ ആളുടെ ഉള്ളിൽ മൈൻഡിലോട്ട് കയറിയിട്ട്
അയാളെ കൊണ്ട് ഇങ്ങോട്ട് ചീത്ത വിളിപ്പിക്കും, ഇങ്ങനെ തമ്മിൽ അടുപ്പിക്കും. നമ്മൾ ഈ ബാധ എന്നൊക്കെ പറയുമ്പോഴേ ഇതിനകത്ത് എന്താ ഞാനത് ആ വേർഡുകൾ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യാത്ത, ഇതൊരു അത് കുറേ അന്ധവിശ്വാസമുണ്ട്. ഈ അന്ധവിശ്വാസം പ്രേതം എന്നൊക്കെ പറയുമ്പം അത് കുറേ അന്ധവിശ്വാസമുണ്ട്. അത് ഈ ഇംഗ്ലീഷ് സിനിമയെല്ലാം കൂടെ കണ്ടിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പ്രേതം സാരി എടുത്തിട്ട് ചോര കുടിക്കുന്ന പ്രേതമാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ മറ്റേ മോഡേൺ ഡ്രസ് ഇട്ട പ്രേതങ്ങളാണ്, ഫ്രോക്കൊക്കെ ഇട്ട പ്രേതങ്ങളാണ്. അവർ വന്നു ചോര കുടിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് അങ്ങനൊന്നുമില്ല. നമ്മളിത് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എളുപ്പം അതാണ് ട്രിഗർ ചെയ്യുന്നത്, അവർ ആ ആർക്കിടൈപ്പാണ് ട്രിഗർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ പറയുന്നതിൽ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവാതെ പോകും. കാരണം ഇതൊക്കെ ഉള്ളത് തന്നെ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നം ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഈ സാധനങ്ങൾ അവരെ ബാധിക്കാറുമുണ്ട്. സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ രീതി പോസിറ്റീവ് ആകാൻ അവർ ചില നല്ല ഗെയിമൊക്കെ കളിക്കും സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ചില പോസിറ്റിവിറ്റി എവിടെന്നെങ്കിലുമൊക്കെ അവർ അക്യുമുലേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പറഞ്ഞ് നിർത്തും. കുറച്ചാൾ കഴിയുമ്പോൾ ആൾക്കാരെ ഫീൽഡ് മാറുന്നതായിട്ട് കാണുന്നു. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ സാധനങ്ങളാണ്. പലരും എൻ്റെ അടുക്ക വന്ന് ദീക്ഷ എടുത്തിട്ട് പോയിട്ടുണ്ട്, താന്ത്രികമായിട്ടല്ല, സൈക്കാട്രിസ്റ്റുകൾ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്രശ്നം മാറിയിട്ട് പോകുമ്പോൾ ഇവർക്ക് ആ പ്രശ്നം തുടരണം. അതെങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല, വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതി പോസിറ്റീവ് എനർജി അക്യുമുലേറ്റ് ചെയ്തല്ലേ പറ്റൂ, പ്രൊട്ടക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ എനർജി വേൾഡിലേക്ക് വരുമ്പോൾ ഇത് മനസ്സിലാവത്തുള്ളൂ, പണി കിട്ടുമ്പോഴേ ഇത് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ഇത് റിയലൈസ് ചെയ്യുള്ളൂ. അതുവരെ നമ്മളിത് ആരോട് പറഞ്ഞു വിശ്വസിക്കത്തില്ലായിരുന്നു. എനിക്കിതുപോലെ ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആർമി അങ്കിളാണ്. അപ്പം അദ്ദേഹത്തിന് വലത്തെ കൈയും വലത്തെ കാലും വേദനയും വിറവലും പാർക്കിൻസൺസ് ആണ്. പക്ഷെ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഭയങ്കര എനർജി ഡിഫറൻസ് ആണ് പുള്ളി തെറാപ്പി കഴിഞ്ഞ് പോയപ്പോൾ മുതൽ എനിക്ക് അതേ ഭാഗം വേദനയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ഒരു ചേച്ചി വന്നു, ഭയങ്കര ക്രോണിക് ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ഇവർ ഈ വെപ്രാളം, ഇവർ തെറാപ്പി 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വെപ്രാളം, ഭയങ്കര വെപ്രാളം, അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. പറ്റും. നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള മെഡിറ്റേഷനും ഇതൊക്കെ ജപമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, തന്ത്രമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആദ്യം തന്നെ മനസ്സിലാവും. അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കയ്യിലൂടെ ചിലപ്പം എനർജി ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഇത് ഇറങ്ങിപ്പോകും. ഈ ദേവതയുടെ ഒരു കണക്ഷനിലേക്ക് പോകുമ്പോഴായത് ഇങ്ങനെ വരുന്നത്. നമ്മൾ ആ കണക്ഷൻ പോയി നേരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോളും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വന്ന് ഷോൾഡർ പെയിൻ ആകും ആദ്യം, പിന്നെ ഈ 2 ഷോൾഡറും പിടിക്കും, പിന്നെ ആ ഷോൾഡർ ഇങ്ങനെ പിടിച്ചു വച്ചേക്കുന്ന കൂട്ടായിരിക്കും, പിന്നെ നെഞ്ചിനകത്ത് ഹെവിനെസ് വരാൻ തുടങ്ങും. ഇതിങ്ങനെ ഘട്ടമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഡോക്ടർമാരെ കണ്ടുപോകും, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, ഇതിങ്ങനെ അവിടെ ഇങ്ങനെ അങ്ങനെ പോയി മൊത്തം പ്രശ്നമാവും. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചിലർക്ക് കൈ തരിപ്പാണ്. ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് വിചാരം, നല്ലൊരു ശതമാനം ഓട്ടോഇമ്യൂൺ ഡിസീസ് സയൻസ് പറയുമ്പോൾ അത് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് പുറമേ നിന്ന് കാണുന്ന പിക്ചറാണ്, ഉള്ളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുക. ഇയാളെ നശിപ്പിക്കുന്നു പറഞ്ഞ് ഇരിക്കുന്ന പേഴ്സണാലിറ്റീസ് ഇരിക്കും, ഇയാളെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കും. ശത്രുക്കൾ പുറത്തല്ല, അകത്താ. അപ്പോൾ ഞാൻ ഇവളെ ഇത്ര നാളായിട്ട് കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഇവർക്ക് ഈശ്വരാധീനമുള്ളത് നടക്കുന്നില്ല. ഞാൻ 3 പ്രാവശ്യം വണ്ടിയിൽ നിന്ന് ഉരുട്ടിയിട്ടു, 1 പ്രാവശ്യം ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാൻ നോക്കി, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ വല്ലതും മരിക്കുന്നുണ്ട്, അതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. തെറ്റിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള ഇതൊക്കെ ബോഡിയിൽ വന്നിങ്ങനെ സംസാരിക്കും മിക്കവാറും ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇത് തോന്നലായിക്കോട്ടെ എന്ന് വിചാരിക്കുക. തോന്നലുണ്ടല്ലോ, ആ തോന്നൽ മാറണ്ടേ, നല്ല അവരുടെ പ്രശ്നം മാറും. ഇതൊന്നും ഇല്ലാന്ന് ചെല്ലുവരും, ഇതൊന്നും ഇല്ല, ശരി സമ്മതിച്ച്. പക്ഷെ ആ തോന്നൽ അവിടെ ഉണ്ടല്ലോ, ആ തോന്നൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. വണ്ടിയിൽ നിന്ന് 3 പ്രാവശ്യം വീണല്ലോ. അപ്പം ആ തോന്നൽ മാറണ്ടേ. ശരിയാ, ജീവനം തന്നെ ഒരു തോന്നലല്ലേ, ലൈഫ് തന്നൊരു വലിയ തോന്നലല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഈ മൈൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പൂച്ച പ്രപഞ്ചമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒറ്റയടിക്ക് പറ്റത്തില്ല. അതിന് ഈ നെഗറ്റീവ് ആർക്കിടൈപ്പുകളെല്ലാം ആദ്യം പോസിറ്റീവ് ആർക്കിടൈപ്പിൻ്റെലൂടെ എനർജി ഒഴുകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. എനർജി കോമൺ ആണ്, ഇതിലൂടെ ഒഴുകും, ന്യൂട്രലാണ്. നെഗറ്റീവ് ആർക്കിടൈപ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് ആർക്കിടൈപ്പ് ഉണ്ടാക്കി ഇങ്ങനെയുള്ള ദേവതയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ എങ്ങനെയെങ്കിലും ചിലർ ഡ്രീം കൊണ്ടാണ് അത് ജീവിക്കുന്നത്. ഭയങ്കര ഡ്രീമുള്ളവരാണ് അവർ, പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസ് ചെയ്യും ഡ്രീം. എന്നിട്ട് ഡ്രീം വിഷ്വലൈസ് ചെയ്തിട്ട്
അതൊരു ആർക്കിടൈപ്പായിട്ട് വർക്ക് ചെയ്യുക, ഒരു ദേവതയായിട്ട് വർക്ക് ചെയ്യുക. അവിടെ അവരെന്നിട്ട് ആ ലെവലിലെത്തും അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടുകൊണ്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നവർ, അത് ആർക്കിടൈപ്പായിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ആവേശം സച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക. അത് തന്നെയാണ് സംഭവം. തന്ത്രത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്നുള്ളൂ. എന്ത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്ന സംഭവത്തിനെ വെക്കും. മറ്റേത് ക്രിക്കറ്റ് കളി മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. എന്തിനും പറ്റുന്ന സംഭവങ്ങളാണ് നമ്മൾ വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമല്ലോ. മാസീവായിട്ടുള്ള എനർജി പ്രപഞ്ചത്തിൽ നമ്മളിലോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ആർക്കിടൈപ്പിൻ്റെ പവർ അനുസരിച്ചിരിക്കും. അത് നമ്മൾ എടുക്കുന്ന ആർക്കിടൈപ്പ് എത്ര പവർഫുള്ളാണോ, അതാണ് ശ്രീവിദ്യയുടെയൊക്കെ പ്രധാനം. ശ്രീവിദ്യ പദ്ധതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് ഇമ്പോർട്ടൻസ്. അത് പല രോഗികളായിട്ടുള്ളവർക്ക് ശ്രീവിദ്യയിൽ ദീക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു വലിയ ആർക്കിടൈപ്പാണ്, ഏറ്റവും വലിയ പവർ വിഷ്വലൈസേഷൻ ടൂളാണ്. അതിനകത്തെ മന്ത്രങ്ങളൊക്കെ എല്ലാം ഹൈ പോസിറ്റീവാണ്. സമ്പത്ത് വരുന്നു, ഐശ്വര്യം വരുന്നു, സർവാശ പരിപൂരക ചക്രം, ആശകളെല്ലാം പൂരിപ്പിക്കുന്ന ചക്രം, സർവ്വ സൗഭാഗ്യദായ ചക്രം, എല്ലാം ലക്ക് വരുന്നു ചക്രം. ഇങ്ങനെ കുറേ ചക്രങ്ങളാണ് ശ്രീചക്രത്തിലുള്ള സർവ്വസിദ്ധി ഉള്ള ചക്രം. എല്ലാം സിദ്ധി കിട്ടുന്നത്, സർവ്വ രോഗം മാറുന്ന ചക്രം, സർവ്വ ആനന്ദമയം, ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ചക്രം. അങ്ങനെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ ഇവർക്ക് ഇത് കൊടുക്കുമ്പോൾ ഇവരുടെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ വേറെ ലെവലിലോട്ടാണ്. ആ ലെവലിലുള്ള ഒരു ആർക്കിടൈപ്പൽ സപ്പോർട്ട്, അങ്ങനെയുള്ള വൈബ്രേഷണൽ ഫീൽഡുകളുടെ സപ്പോർട്ട് വരുമ്പോൾ ചെറിയ ചെറിയ നെഗറ്റീവ് ഉണ്ടാക്കുന്നതായിട്ട് മാറും. മറ്റേ വലിയ നെഗറ്റീവൊക്കെ ചെറുതായിട്ട് കാണപ്പെടും. മനസ്സിലാവുന്നുണ്ട്? ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ വലിയ പ്രശ്നമായിട്ട് കുട്ടിക്കാലത്ത് നമ്മൾ പറയാറുണ്ട്. പിന്നീട് വലിയ പ്രശ്നം അനുഭവിക്കുമ്പോൾ അതൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വലിയ പ്രശ്നമായിരിക്കും. പക്ഷേ ഈ വലിയ പോസിറ്റീവായിട്ടുള്ള നല്ല ദേവതകൾ നമ്മളിലേക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ വളരെ നിസ്സാര പ്രശ്നങ്ങളായിട്ട് മാറും. കാരണം ഇത് വലിയ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മറ്റേത് നമ്മളെ ബാധിക്കുന്നത് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതാണ് ഈ തന്ത്രത്തിലൂടെ സംഭവിക്കുന്നത്. അതല്ലേ എന്നോട് ചോദിച്ചേ? ഈ ഹാലൂസിനേഷനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. ഹാലൂസിനേഷൻസ് സൃഷ്ടിക്കുന്ന വൈബ്രേഷണൽ ഫീൽഡുകളുണ്ട്. കണ്ടിന്യൂസ് ഹാലൂസിനേഷൻ സൃഷ്ടിക്കുന്ന ഇത് തന്ത്രത്തിലൂടെ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ഹാലൂസിനേഷൻ സൃഷ്ടിക്കുന്ന ഡൈറ്റീസ് ഉണ്ട്, ആർക്കിടൈപ്സ് ഉണ്ട്. ഇത് നിങ്ങൾ പല രീതിയിലുള്ള വിഷ്വൽസ് കാണിക്കും. നമ്മളിപ്പോൾ പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വിഷ്വൽ വരുന്നില്ലേ? ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് ഞാനിപ്പം താജ്മഹലിനെ കുറിച്ച് പറയുന്നു, അവിടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഇപ്പം നിങ്ങളുടെ ഉള്ളൊരു വിഷ്വലൈസോ ഇപ്പോൾ ഒരു വിഷ്വൽ വന്നില്ലേ മറൈൻ ഡ്രൈവിൻ്റെ? ഇതുപോലെ അകത്തിരുന്നിട്ട് പല വിഷ്വലുകൾ അകത്തിരുന്ന് കാണിക്കുന്ന അവസ്ഥയാണ് ബാധകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകൾ. ഈ ആർക്കിടൈപ്സ് ഉള്ളിലിരുന്നിട്ട് പല വിഷ്വൽസ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യിക്കും. അതിൻ്റെ സ്പീഡ് കൂടുമ്പോഴാണ് സ്കിസോഫ്രീനിയ ആവുന്നത്. നമ്മൾ ഒരു മിനിറ്റിൽ 2 എണ്ണോ 5 എണ്ണോ ചിന്തിക്കുമെങ്കിൽ അത് 50 എണ്ണം ചിന്തിപ്പിക്കും. അപ്പം ഭയങ്കര ഒന്നും പറ്റത്തില്ല. കുണ്ടലിനി പ്രോബ്ലംസ് ആണ് പലതും നല്ലൊരു ശതമാനം ബൈപ്പോളർ ഡിസോർഡറായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. കാരണം ഈ എനർജി, ലൈഫ് എനർജി ഹയർ ആക്ടിവേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എക്സസ് എനർജി എന്തെങ്കിലും ചെയ്യണം, അത് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ്. ഈ കുണ്ടലിനി ബാലൻസ് ചെയ്യുമ്പോഴേ അത് ശാശ്വത പരിഹാരം കിട്ടത്തുള്ളൂ. മരുന്ന് എടുത്തുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് മരുന്ന് എടുക്കണം. എടുത്തുകൊണ്ട് കുണ്ടലിനി ബാലൻസ് ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അതിനെ കാം ഡൗൺ ചെയ്തിട്ട്, അതിനായിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, അത് ചെയ്ത് കാം ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ മരുന്ന് കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് അങ്ങ് നിർത്തണം. അത് ഉറപ്പ് വരുത്തിയിട്ട്. പലരും ഇതൊന്നും ഇല്ലാതെ മരുന്ന് ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ മരുന്ന് നിർത്തുമ്പോൾ വലിയ ഇരട്ടി പ്രശ്നമായിട്ട് പിന്നെ ട്രിഗർ ചെയ്ത് വരുന്നത്. അങ്ങനെ ചെയ്യാനും പറയാൻ പാടില്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ അത് കറക്റ്റ് ചെയ്ത് പോയാൽ മതി. ഈ മെഡിറ്റേഷൻസ് അപ്ലൈ ചെയ്ത് പ്രത്യേകതയാണ്. മെഡിറ്റേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് റെഡിയായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു ഡെയിറ്റി, ഏതെങ്കിലും ഒരു ദൈവം, ഇപ്പോൾ കൃഷ്ണനോ ജീസസോ, അവർക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന പവേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണോ പവേഴ്സ് കൊടുക്കുന്നത് ആ പവേഴ്സ് ആയിരിക്കും അതിലൂടെ ആക്ടിവേറ്റ് ആയി വരിക നമ്മളിൽ. നമ്മൾ ഇത് ഒരു ലിഫ്റ്റ് പോലെ, നമ്മൾ ലിഫ്റ്റ് ഒരു 5ാമത്തെ നിലയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് 5 എത്തുമ്പോൾ ഒന്ന് തുറക്കും. അപ്പോൾ അവിടെ ഉള്ള ആളുകളാണ് കയറുന്നത്.
അവിടെ കുറേ ധ്യാനവും മെഡിറ്റേഷനൊക്കെ നിൽക്കുക. അപ്പോൾ അവിടെ നല്ല ചന്ദനത്തിൻ്റെ മണമുണ്ട്, ചന്ദനത്തിരുടെ ഈ മണം ഉൾപ്പെടെ ആളകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു മണമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ലിഫ്റ്റിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അടുത്ത ഇതിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ അവിടെ ചെല്ലും. അവിടെ ഡാൻസ് പാർട്ടിയും മദ്യവും ഒക്കെ ആണെങ്കിൽ ഈ കള്ളിൻ്റെ മണമായിരിക്കും അതിനകത്ത് മുഴുവൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ആളുകളാണ് അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഗുണം കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് സംഗതി. നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയല്ല അവിടെ. നമ്മൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് നമ്മുടെ ബ്രെയിനെ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ അവളുള്ള റിയലായിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകൾ എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നത്. അതിന് സ്വന്തമായിട്ട് ബുദ്ധിയും വിവരവും ഉണ്ട്. ഈ ചില സാധനം നെഗറ്റീവ് സാധനമൊക്കെ പോകുന്നത് ഞാൻ നോക്കിയിട്ട് പറ്റാതെ വരുമ്പോൾ ഞാൻ വിടും. ഞാനൊന്ന് നോക്കിയിട്ട് പറ്റാതെ വരുമ്പോൾ ഞാൻ വിടും. പിന്നെ ഈ ദേവതയാണ് അത് മാറ്റുന്നത്. അത് ഓരോന്നും ഓരോ രീതിയിലാണ് മാറ്റുന്നത്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നെഗറ്റീവ് എനർജി ഒരാളുടെ മാറ്റി അതുപോലെ തന്നെ അടുത്തത് മാറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അന്നേരം വരുന്നോട്ട് ബിഹേവ് ചെയ്യുകയാണ്. പക്ഷേ അന്നേരം ചെയ്യുന്നത് മുഴുവൻ ഈ ഡേറ്റിക്ക് നമ്മളൊക്കെ വിവരമുണ്ട്. അതാണ് അത് ചെയ്യുന്നത്. നമ്മൾ വിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ അന്ന് വരെ പ്രവർത്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അന്നേരം പ്രവർത്തിക്കുന്നത്. അത് മാറുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അത് നമ്മുടെ ലേണിങ്ങിലുള്ള അല്ല. അത് നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിനുള്ള അറിവില്ല. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വരാറില്ലേ? നിങ്ങൾ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാനൊരു ഭയങ്കര സംഭവം തോന്നുന്നു. ഞാനല്ലത്, നമ്മുടെ ഏതോ ഒരു ഡേറ്റി ആ ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളിലേക്ക് പ്രോസസ് ചെയ്തിട്ട് അതിന് വേറെ നോളജാണ് അത് നമ്മുടെ ഒരു നോളജ് ഇല്ല. നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടൈപ്പുകളുടെ നോളജാണ് നമ്മുടെ നോളജ്. അത് വിവരം കെട്ടതാണെങ്കിൽ ആ രീതി ബിഹേവ് ചെയ്യും. അങ്ങനെയുള്ള നോളജായിരിക്കും നമുക്കുണ്ടാവുക. അല്ല ഇതെല്ലാം കൂടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് അടുക്കി പെറുക്കി വെച്ചേക്കുന്ന ഫയലുകൾ എൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഞാനൊരു ബോധം എനിക്കുണ്ട്, ഒരു കോൺഷ്യസ്നെസ്. അതിനെ ശിവൻ എന്ന് വിളിക്കുന്നു. ബാക്കി ഈ എനർജി എല്ലാം ശക്തിയാണ്, ശക്തി പ്രപഞ്ചമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചുള്ള ഈ നോളജുള്ള പ്രോഗ്രാംസ് നമ്മളിലേക്ക് വന്ന് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ നോളജ്. അതാണ് ഈ വെളിപാടുകൾ എന്നൊക്കെ പറയുന്ന സംഭവം പറയാൻ കാരണം. അത് നേരത്തെ ഇല്ല, ആ സമയത്ത് വരുന്നതാണ്, ആ സാഹചര്യത്തിൽ വരുന്നതാണ്. അത് ആ വരുന്ന ഡയറ്റിയുടെ നോളജ് പോലെ ഇരിക്കും. അപ്പം നമ്മൾ ഹയർ ഡയറ്റീസ് നമ്മളിലേക്ക് വരാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസാണ് തന്ത്രത്തിലുള്ള ധ്യാനങ്ങളെല്ലാം. എന്താണ്? ആ താന്ത്രിക ധ്യാന പദ്ധതികളെല്ലാം ഹയർ ഡേറ്റീസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി നോക്കോളൂ. അത് നമ്മളൊന്നും അറിയണ്ട, ഒരു ടെൻഷനും അടിക്കണ്ട. ഈ കാര്യങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് പൊക്കോളും. പക്ഷെ നമ്മൾ കളയണ്ടേ? നമ്മളെന്നൊരു സാധനം നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കല്ലേ സങ്കല്പത്തിൽ. അതിനുള്ളപ്പോൾ ഒരു ഡേറ്റിക്ക് കയറാൻ പറ്റുമോ? നമ്മൾ നിറഞ്ഞു നിൽക്കുകയല്ലേ. നമ്മളിലേക്കൊരു ദേവതയ്ക്ക് പ്രോസസ് ചെയ്യാം. സമർപ്പണം വേണമെന്നൊക്കെ പറയുന്ന കാര്യം അതാണ്. നമ്മളിലേക്കൊരു ദേവതയ്ക്ക് പ്രോസസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളില്ലാതാവണം. അവിടെ ഈഗോ. പൂച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ശ്രീധര തമ്പൂരി ചെയ്യുന്നു എന്നുള്ള അവസ്ഥയുള്ളപ്പോൾ എന്നിലേക്ക് ഒരു ദേവതയ്ക്ക് വരാൻ പറ്റില്ല. ഞാനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയല്ലേ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ്. ഞാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ. ഞാൻ മിടുക്കനാന്നുമുണ്ട്, ഞാൻ മണ്ടനാന്നുമുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെ, ഞാൻ ഒരു ഭാഗ്യദോഷിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഞാൻ എന്നുള്ള സാധനം അവിടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ദേവതയ്ക്കും വരാൻ പറ്റില്ല. ചീത്ത ദേവതയ്ക്ക് ഇഷ്ടം പോലെ വരാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ആൾറെഡി ഇതാണ് ഉള്ളത്. ഈ ചീത്ത ദേവതകളാണ് ആൾറെഡി ഉള്ളത്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പം ഇത് നമ്മളുടെ ഒരു സാധനമായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ പിടുത്തം അങ്ങ് വിടണം. വിട്ടിട്ട് നമ്മൾ കൃത്യമായി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഹയർ ഫ്രീക്വൻസിയിലേക്ക് ബ്രെയിൻ എത്തുകയും അങ്ങനെയുള്ള ദേവത നമ്മളിലേക്ക് പ്രോസസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സ്കില്ല് നമുക്കുണ്ടാവും. കളരിയിൽ വാളും പീഠവും വെച്ച് ഭദ്രകാളി ഉപാസിക്കുമ്പോൾ 4-5 വീട്ടിൽ പൊക്കത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചാടും. ആ വാളവിടെ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യൻ നമുക്ക് പറ്റത്തില്ല. ഭാവിയൊക്കെ പ്രവചിക്കുന്നുണ്ട് കൃത്യമായിട്ടൊക്കെ. ഇദ്ദേഹത്തെ ദേവതകളൊക്കെ ഒന്ന് തുള്ളി പറയുക, കൃത്യമായിട്ട് പറയും, പേര് സഹിതം സ്ഥലം സഹിതം. അങ്ങനെ ആ ആർക്കിടൈപ്പിന് ആ നോളജുണ്ട്. സ്കില്ലുകളാണ് ആർക്കിടൈപ്സ്. ആ സ്കില്ലുകളെ നമ്മൾ ദേവതകളാണ് ആ സ്കില്ല് നമുക്ക് കിട്ടുന്നത്. ഒരു ആശാരി പഴയ രീതിയിൽ പണ്ടത്തെ ഒരു തച്ചൻ മകന് കൊടുക്കുന്നത് ആ ദേവതയാണ്. സ്കില്ല് ആ ദേവതയാണ്. അപ്പോൾ ആ സ്കില്ല് അയാൾക്കുണ്ടാവും. അതാണ് ഗുരുവിന്റെ സ്ഥാനവും കൂടെ അല്ലെ. ഗുരുവിൽ നിന്ന് നമ്മൾ ഒരു ചാനലൈസ് ചെയ്യപ്പെടുകയാണ് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് അല്ലെ. അതാണ് തന്ത്രവും മന്ത്രവും തമ്മിലുള്ള
തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് മന്ത്രം. മന്ത്രവും മറ്റ് സൗണ്ടല്ലേ മന്ത്രം എന്ന് പറയുമ്പോൾ. മന്ത്രമാണ് ശരിക്കും ഒരു ദേവത. അക്ഷരങ്ങളും മന്ത്രവും ആ അക്ഷരങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന വൈബ്രേഷനാണ് ഒരു ദേവത. ആ ദേവതയെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ അതിനെ തന്ത്രം എന്ന് പറയും. ലളിതാസഹസ്രനാമത്തിൽ പറയും മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളവരെന്നൊക്കെ. 3 കൂടങ്ങൾ ചേരുന്ന വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നൊക്കെ പറയും തന്ത്രത്തിൽ. അങ്ങനെ 3 കൂടങ്ങൾ ചേർന്നിട്ട് 3 അക്ഷരങ്ങൾ ബേസ് ചെയ്തുണ്ടാക്കുന്ന ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ സ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന രീതിയിൽ ഉച്ചരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ പ്രാണൻ നമ്മുടെ ലൈഫ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ദേവത ഉണ്ടാവും. ആ ദേവതയുടെ ഫ്രീക്വൻസിയിലേക്ക് എത്തും നമ്മൾ. അപ്പോൾ ആ ദേവത നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്ന ഒരു ടൂളാണ്. ആ ദേവതയിൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതിപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും അങ്ങനെയാണോ മാഷ്? ഇവിടെ കുറേ റിസർച്ച് നടന്നിട്ടുണ്ടെന്നുള്ളൂ ഇതിനകത്ത്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ അടുത്തുള്ള ഈ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം 5000 കൊല്ലമായി പുതുക്കി പണിഞ്ഞിട്ട്. അതാലോചിക്കുക, 5000 കൊല്ലം ഒരാൾ വന്ന് ആൾക്കാർ വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ഥാപനം നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ആൾക്കാർ? അമ്പലത്തിൻ്റെ കാര്യം പറയാതെ ചോദിക്കുക. 5000 കൊല്ലം ആളുകൾ വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഏതെങ്കിലും സ്ഥാപനം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ആൾക്കാർ? ഇല്ലെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമല്ലേ? ആ ഭയങ്കര സംഭവം ഉറപ്പായിട്ടും. ഈജിപ്തിലെ പിരമിഡിലൊന്നും ആൾക്കാരില്ല, ഭയങ്കര സംഭവമാണ്. എന്നാ ഏതാ? അമ്പലം. ആഹാ അതായിരുന്നു. സകല വില പോയി. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളതിനെ അങ്ങനെ കാണുന്നില്ല, നമ്മളതിനൊരു സംഭവമായിട്ട് കാണുന്നില്ല. ആലോചിച്ച് നോക്കി, ലോകത്തിലെ ഏറ്റവും പഴയ 2 റിലീജിയനാണ് സദരുഷ്ട മതവും സനാതന ധർമ്മവും. മറ്റേതൊന്നില്ല, ഇത് മാത്രമേ ഇന്ന് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് സയൻസ് ആയതുകൊണ്ടാണ്. അതിലൊരു പ്രത്യേക ഒരു പ്രവാചകനില്ല, പ്രത്യേകമായ ഒരു ദേവത, അങ്ങനെയല്ലത്. അത് സയൻസാണ്, ഇത് തന്ത്രമാണ്, ഇത് സയൻസ് ടെക്നിക്സാണ്. ഇത് ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? അത് അപ്ലൈ ചെയ്താലും റിസൾട്ട് കിട്ടും അല്ലേ? അല്ലെങ്കിൽ അതിന് ടെക്നിക്കെന്ന് പറയാൻ പറ്റത്തില്ല. സയൻസ് അതാണ്, സയൻസ് ടെക്നിക്കാണ്. അത് ആര് വണ്ടി ഫ്ലൈറ്റ് ഓടിച്ചാലും പറക്കത്തില്ലേ? അതിൻ്റെ പഠിക്കണം, ആ ടെക്നിക്ക് പഠിക്കണം എന്നല്ലോ ഓടിക്കുന്നത് അല്ലേ? അതുപോലെ ഇന്നർ വേൾഡിൻ്റെ ടെക്നിക്സാണ് തന്ത്രം. തന്ത്രത്തിലൂടെ നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ചോദിച്ചാൽ തന്ത്രം ഈശ്വരനെ കുറിച്ച് ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് കുറേ ടെക്നിക്ക് തരും, ഇത് അപ്ലൈ ചെയ്ത് നോക്കാൻ പറയും. അത് അപ്ലൈ ചെയ്ത് നോക്കിയാലും അത് വർക്കാവും. ഈ പറഞ്ഞൊക്കെ അപ്ലൈ ചെയ്താലും വർക്കാവും. അതാണ്, അത് ടെക്നിക്കാണ്, സയൻസാണെന്ന് പറയാൻ കാരണം. അത് ഇത്ര നിന്നതും അതുകൊണ്ടാണ്. ഇനി ഇത് നിൽക്കും കാലാതീതമായിട്ട്. കാര്യം സത്യമാണ്, ടെക്നിക്കാണ്, സത്യമാണ്. ഈ മന്ത്രം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമ്മൾ ഉച്ചരിച്ചാൽ മാത്രമേ അതിനൊരു പവർ ഉണ്ടാവുള്ളൂ. അതൊരു അത്രേ ഉള്ളൂ. മറ്റൊരു മനുഷ്യനത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റിരിക്കുന്നവർക്ക് അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവരുടെ നമ്മൾ ആ കോയിനൊക്കെ ഒന്ന് ചെയ്തില്ല എന്ന് പറഞ്ഞ തൊട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇപ്പം നമ്മൾ പർട്ടിക്കുലർ രീതിയിൽ ഇതിങ്ങനെ ജപിച്ചാൽ സിമ്പിളായിട്ട് തലവേദന എടുപ്പിക്കാൻ പറ്റും, ആങ്സൈറ്റി കൊണ്ടുവരാൻ പറ്റും, സ്ട്രെസ്സ് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഇരുന്ന് ചുമ്മാ ഇത് അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതി, ജപിച്ചിട്ട് ആ വൈബ്രേഷൻ ഉണ്ടാക്കി സെൻഡ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും വേർഡ്സിലല്ല എനർജി. നമ്മളാ വാക്കുകൾ ചിലപ്പോൾ വാക്ക് ഉച്ചരിക്കണം എന്ന് പോലും ഇല്ല. ആദ്യമൊക്കെ വാക്ക് ഉറക്കം ഉച്ചരിച്ച് ആ താളം പിടികിട്ടി ആ ഉള്ളിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്ന വൈബ്രേഷണൽ ഫീൽഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ വൈഖരി ഇല്ലെങ്കിലും വെളിയിലോട്ടുള്ള സൗണ്ട് ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇത് വൈബ്രേറ്റ് ചെയ്താൽ മതി, ഈ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, നെഗറ്റീവായിട്ട് അങ്ങനെ ചെയ്യുന്ന. നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ. നെഗറ്റീവായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, എഫക്റ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ നെഗറ്റീവ് ചെയ്യാൻ എളുപ്പമാണ്. ഒരാളെ കിട്ടി 2 അടി കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അവനൊരു 10,000 രൂപ കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ഒരാളെ ഹെൽപ്പ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ, ഉപദ്രവിക്കാൻ എളുപ്പം. കാരണം നമ്മളെല്ലാം നെഗറ്റീവ് ആർക്കിടെക്ചർ നമ്മുടെ എല്ലാം ഉള്ളിൽ, അവരുടെ ഉള്ളിൽ നെഗറ്റീവ് കൂടുതൽ. അപ്പോൾ നെഗറ്റീവിനെ ഈസി ആയിട്ട് ട്രിഗർ ചെയ്യാം. പിന്നെ ഇത് പിച്ചാത്തി കൊണ്ട് കറക്കരിഞ്ഞ് ആഹാരം കൊടുക്കാനും പറ്റും, കുത്തിക്കൊല്ലാനും പറ്റും. നിറയെ ആൾക്കാർ പറ്റുന്നുണ്ട്, സ്ട്രോക്ക് വരുത്തി വീഴിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തും ചെയ്യാം. മാരണം, സ്തംഭനം, ഉച്ചാടനം, വശ്യം, മോഹനം, ഷഡ്കർമ്മങ്ങൾ എന്ന് പറയും. നമ്മളിതൊക്കെ അത് കർമ്മഫലമുണ്ട്.
ചെയ്തു കഴിഞ്ഞാൽ നല്ല നാളെ തിരിച്ചടി ഉണ്ടാവും. അതവർ നോക്കുന്നില്ല. മറ്റേ കൈ കൊണ്ട് അടിക്കുന്നോട്ട് തന്നെയായിരുന്നു. ആ കൈ കൊണ്ട് അടിക്കുന്നോട്ട് നോക്കുന്നില്ല. പിന്നത്തെ കാര്യം അതുപോലെ തന്നെയാണ് ഇതും. കർമ്മഫലം ഉണ്ടാവും. നല്ല മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫീൽഡ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഡെഫിനറ്റ്ലി, യാതൊരു തർക്കവുമില്ല. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അതിനകത്തൊക്കെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന പർട്ടിക്കുലർ അത് പ്രൊട്ടക്റ്റീവ് ഇതായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇത് ജപിക്കാൻ പറയും. ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ ലോങ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാനത് ഒരു മൂലമന്ത്ര ജപമാക്കിയിട്ട് കൊടുക്കും. അവരിഷ്ടപ്പെട്ട ദേവതയുടെ മൂലമന്ത്ര ജപം സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഒരു അക്ഷരങ്ങൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ അതൊരു ദേവതയായിട്ട് അവിടെ വർക്ക് ചെയ്യും. ആ ട്യൂണിങ് കിട്ടും ദേവതയായിട്ട്. അതേസമയം ലോങ് പ്രാർത്ഥനയാകുമ്പോൾ അതൊരു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ കുറേ പരാതിയും പരിവേദനം പറയുന്ന കൂട്ടാകുമ്പോൾ ഒരു പർട്ടിക്കുലർ ദേവത ആക്റ്റീവ് ആവില്ല. അതിനകത്ത് ഈ താന്ത്രിക് സയൻസ് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഈ താന്ത്രിക് സയൻസ് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കാറുണ്ട്. അത് നല്ല റിസൾട്ടായിട്ടും കാണാറുണ്ട്. കാരണം അവർക്ക് ചിലപ്പം മനസ്സിലാകും ദേവതകളെ മറ്റ് ദേവതകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്നാൽ അവർക്കത് ചെയ്യുക വേണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ, കാരണം അവർക്ക് ഒരു ബ്രെയിൻ വാഷിങ്ങിലാണല്ലോ വളരുന്നത്. മറ്റ് മതങ്ങൾ എല്ലാം വിശാചുക്കൾ, ആ ദേവതകൾ എന്ന് പറഞ്ഞുള്ള ഇതിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൽ അവർക്ക് പറ്റത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കാര്യമായിട്ട് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളിത് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് വന്ന് എടുത്തിട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ഞാൻ ആളുകൾ നിർബന്ധിക്കാറില്ല. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെറുപ്പത്തിലെ ഉള്ളതിന് ചില പ്രാധാന്യമുണ്ട് ബ്രെയിനിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിന് അനുകൂലമായിട്ട് ഒഴുക്കി വിടാനാണ് എളുപ്പം. അതുകൊണ്ട് അവരുടെ തന്നെ ദേവത എടുത്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇളക്കാറ് അതവർക്ക് കൂടുതൽ പവർ ഉണ്ടാക്കി കൊടുക്കും. ആർക്കിടെക്ട്സ് ഈ കുട്ടിക്കാലം മുതലേ നമ്മുടെ മനസ്സിലേക്ക് കുടിയേറി വരുന്നതാണ്. അതിനെത്രത്തോളം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും? ഭീകരമായ അവസ്ഥയെ കൂടെ കടന്നു ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിഭീകരമായ ഒരവസ്ഥയെ കൂടെ ഇപ്പോൾ കടന്നു, ഭീകരാവസ്ഥ. കാരണം ഇപ്പോഴത്തെ നിങ്ങൾ സിനിമ തന്നെ കണ്ടില്ലേ അല്ലേ? ജയിലർ എന്ന് പറഞ്ഞ സിനിമ, അതിനകത്തുള്ള 4 ഹീറോസ് ഉണ്ട്, വില്ലനുണ്ട്. ഈ ഹീറോനും വില്ലനും തമ്മിലൊന്നും ഒരു പ്രത്യേകത അതിനകത്തില്ല. ആദ്യം തന്നെ വിനായകൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന തലകീഴായിട്ട് ആളെ കെട്ടിത്തൂക്കിയിട്ട് ചുറ്റി കടിച്ച് തല തെറിപ്പിക്കുന്നതായിട്ടാണ്. ചോര തെറിച്ച് പേസ് വീഴുന്നു. അത് കഴിഞ്ഞ് രജനീകാന്തിൻ്റെ ക്യാരക്ടറായാലും ഇങ്ങനെ ആളുകളെ കൊല്ലുന്നു. മോഹൻലാലിൻ്റെ ക്യാരക്ടർ തലകീഴായിട്ട് ഇതുപോലെ. ഇതിനകത്ത് ഹീറോയിസ് എന്ന് പറഞ്ഞാൽ എത്രയും വയലൻസ് കാണിക്കും. എല്ലാ സിനിമയും ഇന്നത്തെയും കണ്ടിയാണ്. ഈ യുവതലമുറ ഇന്നത്തെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാകുന്നു. പണ്ട് കാലത്തെ കുറച്ചുകൂടെ ധാർമ്മികതയുണ്ടല്ലോ സിനിമയിൽ. ഇത് കാണിച്ച് കംപ്ലീറ്റ് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആർക്കിടെക്ട്സ് ചെറുപ്പത്തിലേ നല്ല ആർക്കിടെക്ട്സ്, ഭാരതത്തിലെ കൃഷ്ണനും ഇങ്ങനെയുള്ള നല്ല നല്ല ആർക്കിടെക്റ്റുകളുണ്ട്. അത് കുട്ടികൾ കണ്ട് വളരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഇതുണ്ടാവും, നല്ലൊരു മൈൻഡ് ഉണ്ടാവും, നല്ലൊരു മനസ്സുണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെറുപ്പത്തിലേ കിട്ടുന്ന ആർക്കിടെക്ട്സ് നെഗറ്റീവായി കഴിഞ്ഞാൽ അവനെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും അവൻ്റെ ക്യാരക്ടറിലെല്ലാം. ഈ നെഗറ്റീവ് ആർക്കിടൈപ്പ് ഉള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺഡാവും ബ്രെയിൻ. ആ കെമിക്കൽസ് ഉണ്ടാവും. ആ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ അതുമായി തുടർന്നുള്ള ആർക്കിടൈപ്സുകൾ കയറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രേത വിഷയങ്ങളൊക്കെ ആവാഹിച്ച് ഇപ്പം അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആവാഹിച്ച് പ്രതിമയിലാക്കി അവിടെ സമർപ്പിക്കണമെന്ന് ഭാരതത്തിൽ ഇവിടുത്തെ സിസ്റ്റത്തിൽ പറയും. ക്ഷേത്രം അതെടുക്കുന്ന ക്ഷേത്രങ്ങളെ കൊണ്ട് സമർപ്പിക്കണമെന്ന്. എന്തിനാത്? അവർ നല്ല ആൾക്കാരാണ്, പക്ഷെ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ കെമിക്കൽസ് നെഗറ്റീവ് ആവുന്നുണ്ട്. മോശ സാധനങ്ങൾ ഈ സൂക്ഷ്മശക്തികൾ പൊസസ് ചെയ്യും. ആ ഫ്രീക്വൻസി നെഗറ്റീവ് ആക്കുന്നു. ആ ഫ്രീക്വൻസിയിൽ നമ്മളെ കീപ്പ് ചെയ്യുന്നു. മരിച്ച ആൾ എന്തായാലും നെഗറ്റീവാണ്. ആൾ എത്ര സ്നേഹമുള്ള ആളിനോ അത്രയും നെഗറ്റീവ് കൂടും. നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് വരുന്നത്. ഇപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റേ ആളുടെ കാര്യം പറഞ്ഞോട്ടെ, ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചു കഴിയുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവ് എനർജി തരുന്ന ആൾ മരിച്ചാൽ ആ നിമിഷം മുതൽ ആ ഫിഗർ അത്ര നെഗറ്റീവ് തരും. തിരിച്ചാണ് നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല. പലർക്കും ഇതറിയത്തില്ല. അവരെന്നും ഫോട്ടോയൊക്കെ വെച്ച് അതിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഹൈ ഡിപ്രഷന് വന്നാൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ, സംബന്ധം മോന് 20 വയസ്സുള്ള ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അവൻ്റെ വലിയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് എന്നും അതിൻ്റെ അവിടെ കുറേ നേരം നോക്കിയൊക്കെ നിന്നിട്ട് തൊട്ട് അതിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് അവർ വീട്ടിൽ ജോലിക്ക് പോകുന്നത്. ഡിപ്രഷൻ ഹൈ ലെവലിലെത്തി. നോക്കിയപ്പോൾ എന്തുവാ,
ഈ പയ്യൻ്റെ മാത്രമല്ല വേറെ 3-4 കൂടെ കയറിയിരിക്കുക നെഗറ്റീവ് എനർജികൾ. അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത്രയും. അങ്ങനെ ഈ പയ്യനെ നമ്മൾ ആവാഹിച്ച് ഇതുപോലെ മാറ്റി അവിടെ കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞ് ഈ ഫോട്ടോയും വലിച്ചു കുറച്ച് ദൂരെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ നല്ല രീതിയിൽ പണിക്ക് പോകുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. വേറെ പല അസുഖങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ചിലപ്പോൾ ഇതാണെന്ന് മനസ്സിലാവത്തില്ല. സൈക്കോസോമാറ്റിക്കും കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. സൈക്കോസോമാറ്റിക് ഡിസോർഡറിൽ ഉപരിയായിട്ടുള്ള പ്രശ്നങ്ങൾ സിംറ്റംസ് കാണിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് എളുപ്പം ഇത് മൈൻഡിൻ്റെ ആണെന്ന് മനസ്സിലാവത്തില്ല. പക്ഷെ മൈൻഡിൻ്റെ ഈ ഓട്ടോമിയൽ ഡിസീസ് ഒക്കെ ഈ പറഞ്ഞ ആർക്കിടെക്ചറിൻ്റെ വിഷയമാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കിടന്നാൽ പോയി. പണ്ടൊക്കെ വീട്ടിലെ അമ്മൂമ്മമാര് നല്ല നല്ല കഥാപാത്രങ്ങളാണ് നമുക്ക് ആർക്കിടെക്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നല്ലൊരു ഇമ്പോർട്ടൻ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേഷനിലെല്ലാം അതെല്ലാം ചുരുങ്ങി ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇപ്പൊ ആൾക്കാരില്ലാതെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം സോഷ്യൽ മീഡിയ. ഈ കാർട്ടൂണിനകത്തൊക്കെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. നമ്മുടെ കൊച്ചു പയ്യനുണ്ട്, അവന് സ്പൈഡർമാൻ്റെ കഥ എന്തുവാ, ചിലന്തി കടിച്ച് അയാൾക്ക് സ്കില്ല് കിട്ടിയപ്പോൾ അയാൾ 1-2 പ്രാവശ്യം തെറ്റുകൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് പശ്ചാത്താപം തോന്നിയിട്ട് അയാൾ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കില്ലിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നല്ലൊരു ആർക്കിടൈപ്പല്ലേ, സംശയമില്ലല്ലോ. എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുത്ത് 2-3 വിഷ്വലൊക്കെ കാണിച്ചു കൊടുത്തു. ഈ കൊച്ചി ഇതങ്ങോട്ട് ക്യാച്ച് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഫൈഡർമാനാണില്ല, ഫൈഡർമാൻ്റെ ഉടുപ്പ് വേണം, ശരി, അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. ഇത് രാത്രിയിൽ ഈ മൊബൈൽ വാങ്ങിച്ചാൽ ഇത് ഉറങ്ങത്തില്ല. ഈ മൊബൈലിനകത്ത് ഇത് കാണണം. എന്നാൽ ഇത് കാണിക്കാൻ വേണ്ടി കാർട്ടൂൺ ഇട്ട് കൊടുത്തപ്പോൾ കാർട്ടൂണല്ല, ഇത് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ആളുകൾ ക്രൈം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഭയങ്കരമായ ക്രൂരതകൾ കാണിക്കുന്ന, മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും കാണിക്കുന്ന ഒരുപാട് കാർട്ടൂൺ സംഭവങ്ങളുണ്ട്. ഇതെല്ലാമായി വരുന്നത് നാച്ചുറലി. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് അടിച്ചു നോക്കണം, സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ വേഷം ഇട്ടുകൊണ്ട് കുറേ ആൾക്കാർ ബാങ്ക് റോബറി നടത്തുന്ന ആളുകൾ അടിക്കുന്നു, കുത്തുന്നു, വയലൻസ് ചെയ്യുന്നു. ഇത് തന്നെയാണ് കൊച്ചിൻ്റെ സ്വഭാവം മാറി. പിന്നെ നിർബന്ധമായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യിക്കുക, നിർബന്ധമായിട്ട്. ഇപ്പോഴും സ്പൈഡർമാനെ വിട്ടിട്ടില്ല നമ്മൾ. പിന്നെ ലിറ്റിൽ കൃഷ്ണൻ്റെ മറ്റേ സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനമുണ്ടല്ലോ, ഇതൊക്കെ നിർബന്ധിതമായിട്ട് കാണിക്കത്തുള്ളൂ. ചോട്ടാ ഭീമോ ലിറ്റിൽ കൃഷ്ണനൊക്കെ കാണിച്ചു കൊടുത്ത് പതുക്കെ അത് കട്ടി കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് പറ്റത്തില്ല, നല്ല അഡിക്റ്റായി, വയലൻ്റാവും. രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് പിന്നെ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് കുറേ ചീത്തവിളി കേട്ടിട്ടായാലും കട്ട് ചെയ്ത് അതങ്ങനെ വലിയ പാടുപെട്ട് ഇത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. കാരണം ആ സ്വഭാവം തന്നെ മാറി. എപ്പോഴും അടിയും തൊഴിയായി ഈ സോഫയിൽ നിന്ന് അപ്പുറത്തെ സോഫയിൽ എടുത്ത് ചാടുക, ആളുകളെ ഉപദ്രവിക്കുക, വരുന്ന ആൾക്കാരെ ഉപദ്രവിക്കുക, വലിയ വിഷയങ്ങളായി. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്വാധീനം ഉണ്ട്. അപ്പോൾ അത് ഈ വയലൻസ്, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ്. ഈ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ. അതാണ് ഇങ്ങനെ ഒരു ഗെയിം തുടർച്ചയായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ കാണാറില്ലേ? ആ ഗെയിം കണ്ടുകൊണ്ട് മരിച്ചുപോയി. എന്താ കാര്യം? ഈ വിഷ്വൽ ലോകത്താണ് നിൽക്കുന്നത്. 5 സെൻസ് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഈ എനർജി കൺസംഷൻ നടക്കുന്നുള്ളൂ. അങ്ങനെ തുടർച്ചയായ മണിക്കൂറുകൾ കുറേ ദിവസം ഫുഡ് പോലും ഇല്ലാതിരുന്ന കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചത്തുപോകത്തില്ലേ മനുഷ്യൻ? എനർജി ഇല്ലല്ലോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ സാധനങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ എളുപ്പം ഓർക്കത്തില്ല. പുറത്തുള്ളൊരു പക്ഷിയെ കാണുന്നിട്ടെന്നല്ലേ ഇതിനകത്ത് കാണുന്നത്, അതിലും ഭംഗിയുണ്ടല്ലോ എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നത്. വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു നല്ല കുളത്തിൻ്റെ പിക്ചർ കണ്ട ഒരു സുഖം തോന്നും, കുളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ. സത്യത്തിൽ അവിടെ സംഭവിക്കുക, നേരത്തെ എപ്പോഴോ ഒരു വെള്ളം കണ്ട് കിട്ടിയ പോസിറ്റിവിറ്റി അവിടെ യൂസ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്തിട്ട്. നമ്മുടെ ഉള്ളിലെ പഴയ വെള്ളത്തിൻ്റെ ഓർമ്മകളെ, ആർക്കിടൈപ്പിനെ, ആ വെള്ളത്തിൻ്റെ മണം, രുചി അല്ലെ കാഴ്ച, ആ വെള്ളത്തിൽ നമ്മൾ പണ്ട് മുങ്ങിക്കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ തണുപ്പിൻ്റെ സുഖം, ഈ സെൻസറി ലേണിംഗ് എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് ആക്റ്റീവ് ആക്കിയിട്ട് ഒരു ഇമാജിനേഷനിലുള്ള ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു ഓർമ്മ മാത്രമേ തരുള്ളൂ. അതുപോലെയാണോ ശരിക്കുള്ള വെള്ളത്തിൽ അതുപോലെ പോയി നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് പറ്റാറുണ്ടോ? അങ്ങനെ ഒരു അമ്പലക്കുളത്തിൽ പോയി നമുക്ക് ഒരു ദിവസം മുഴുവൻ കിടന്ന് തകർക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ ഉള്ള എനർജി ഈ ഇത് കണ്ടിട്ടുള്ള എനർജി തമ്മിൽ വ്യത്യാസമില്ലേ? ഇവിടെ കൺസപ്ഷൻ അല്ലേ നടക്കുന്നത്, അവിടെ എനർജി കിട്ടുകയല്ലേ ചെയ്യുന്നത്. ഇന്നത്തെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ
സോഷ്യൽ മീഡിയ അല്ലെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടൈപ്പിനെ ഇതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആടിനെ തൂപ്പ് കാണിച്ച് കൊണ്ടുപോകുന്നു നമ്മളെ വലിച്ചു ഈ സങ്കല്പ വിർച്വൽ വേൾഡിൽ കൊണ്ടുപോയി നമ്മുടെ 5 സെൻസറി ലേണിംഗ് ഇല്ലാതാക്കി, എനർജി ഇല്ലാതാക്കി, ഡിപ്രഷൻ വരുത്തി ആത്മഹത്യ ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ നമ്മൾ AI കൊണ്ട് ഒരു വീഡിയോ കണ്ടാൽ അതുപോലത്തെ സജഷൻ 100 എണ്ണം വരും. പിന്നെ നമ്മളെ വലിച്ചങ്ങ് കൊണ്ടുപോകും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീഡിയോ ഒരു സംഭവം കണ്ടാൽ അതുപോലത്തെ 100 എണ്ണം ഇങ്ങോട്ട് വരും. നമ്മളെ ടേസ്റ്റ് മനസ്സിലായി, വലിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാം. അങ്ങനെ വിർച്വൽ വേൾഡിൽ കൊണ്ടുപോകും. അപ്പോൾ 5 സെൻസിന് ഓക്സിജൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനർജി കിട്ടുന്നില്ല, ബ്രെയിൻ ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും വെന്റിലേഷൻ വരുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ബ്രീത്തിങ് പാറ്റേണിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ട് തുടങ്ങുകയായി. എല്ലാ അസുഖങ്ങളും വരും. എങ്ങനെയാണ് ഒരാളുടെ നെഗറ്റീവ് ആർക്കിടൈപ്പ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് ബിഹേവിയർ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ബിഹേവിയർ അല്ല കണ്ടാൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനർജി ലെവൽ കണ്ടാൽ അറിയാം. സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ അവിടെ ബിഹേവിയർ നോക്കിയാൽ മതി. സിമ്പിളല്ലേ? ഈ ബിഹേവിയറിനെല്ലാം ബേസിൽ നമ്മളില്ലെന്നേ, അത് നമുക്ക് എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശ്രീധരൻ നമ്പൂരി ഒരാളില്ലാന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ നല്ല കുറേ ആർക്കിടെക്റ്റിനെ വെച്ച് സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് പെരുമാറുന്നു. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പിടിവിട്ട് പോകും, എന്തെങ്കിലും പറയുമ്പോൾ കൺട്രോൾ പോകും. അത് നെഗറ്റീവ് ആർക്കിടൈപ്പ് ഉള്ളപ്പോൾ എൻ്റെ പെരുമാറ്റം ബോധമില്ലാതായിരിക്കും, ഒബ്സർവേഷൻ ഇല്ലാതായിരിക്കും, തോട്ട് പ്രോസസ്സിലായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് വിനയാവും, പണിയാവും. എനർജി ഒബ്സർവ് ചെയ്ത് പ്രസൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴാണ് പോസിറ്റീവായിട്ട് എനർജി മാനിഫെസ്റ്റ് ചെയ്ത് നല്ല ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാസ്റ്റിലും ഫ്യൂച്ചറിലും സങ്കല്പത്തിൽ നിന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തന്നെയുള്ള പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റിലുമാണ്. എല്ലാ മാനസിക പ്രശ്നങ്ങളും അടിസ്ഥാനമാണ്. അത് എങ്ങനെ അത് തിരിച്ച് റിക്കവർ ചെയ്യണമെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അതാണ് പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് മൈൻഡ്ഫുൾനെസ് കൊടുക്കുന്നത്, പ്രസൻറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മൈൻഡ്ഫുൾനെസ് കൊടുക്കുമ്പോൾ ഈ ആർക്കിടൈപ്പ് ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതായതൊരു പ്രശ്നം. പറയുമ്പോൾ എല്ലാം കൊള്ളാം, പക്ഷേ അതിന് വർക്കൗട്ടായി വരാൻ ബുദ്ധിമുട്ട് വരുന്നത് ഈ ആർക്കിടൈപ്പ് കിടക്കുന്നുണ്ട്. ഈ ആർക്കിടൈപ്പിനെ മാറ്റിയിട്ട് മൈൻഡ്ഫുൾനെസ് കൊടുക്കുമ്പോൾ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈക്കോളജിസ്റ്റ് ഒക്കെ ശരിക്കും മൈൻഡ്ഫുൾനെസ്സിൽ എക്സ്പെർട്ടൈസ് ആണ്. നല്ലതാണ്. അല്ല അത് വേണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒന്നിൻ്റെ ഒരു വ്യക്താവല്ലാതെ നമുക്ക് ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ പവർ എന്തോ, അതിരിക്കുന്ന ഷേപ്പാവും, പാത്രത്തിൻ്റെ ഷേപ്പാണ്, അതല്ലേ അതിൻ്റെ പവർ. റീഫ്രെയിമിംഗ് ഒക്കെ ആദ്യം ഉപയോഗിക്കുക. നമ്മൾ ആർക്കിടൈപ്പ് അവരുടെ ഇപ്പോൾ ഏതൊരു വേർഡാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേണിംഗ് എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ സ്റ്റഡി എന്നുള്ളൊരു വേർഡ്, അതിനെ ഓരോരുത്തരുടെ ഉള്ളിൽ അർത്ഥം വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് അതിന് ബേർഡൻ എന്നായിരിക്കും മീനിങ് കിട്ടുക, ചിലർക്ക് അത് വിസ്ഡം എന്ന് മീനിങ് ഉള്ളവരുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ അക്ഷരങ്ങൾ, ഓരോ വാക്കുകളുടെ അർത്ഥം വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ റീഫ്രെയിം ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നമുക്ക് പിന്നീടുള്ള മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീഫ്രെയിമിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്ലാസ് ഉള്ളത് എടുത്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മയെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു. അപ്പോൾ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കുട്ടിക്ക് അമ്മയെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ച് വേറെ ആളോടെ പോയത്, അമ്മ എന്ന് പറയുന്നത് കേൾക്കുന്ന ദേഷ്യമാണ്. അയാൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൊരു എക്സാമ്പിളാണത്. ഞാൻ കോളേജിൽ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലെസൺ എടുക്കുകയാണ്. അപ്പം അതിനകത്ത് ഇതുപോലെ അമ്മയെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അമ്മയെപ്പറ്റി പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ മാത്രം ഭയങ്കര മൂഡ് ഓഫിലിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അമ്മ റീമാരി ചെയ്തിട്ടുണ്ട്. അപ്പം അവന് അത് അക്സെപ്റ്റ് ചെയ്യാൻ അതുവരെ അവനത് ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം അവൻ്റെ അവിടുത്തെ ആർക്കിടൈപ്പ് വർക്ക് ആയത് നെഗറ്റീവിലാണ്. അതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നം. അപ്പം ഇത് നമ്മുടെ ഈ ആർക്കിടൈപ്പിൻ്റെ ലാംഗ്വേജുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ കത്തും. അതില്ലാതെ നമ്മൾ ചുമ്മാ മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ ആർക്കിടൈപ്പിനെ പറ്റുള്ളൂ. അത് ചേഞ്ച് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. അത് ചേഞ്ച് ചെയ്യാനുള്ള പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവുകയാണ്.